നന്മ 24ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇലക്ഷനൊക്കെ വരുവാണല്ലോ. നമുക്കറിയാം, ജനപ്രതിനിധികൾ എന്നാൽ വഴികാട്ടികളാകണം, വഴിമുടക്കികൾ ആകാൻ പാടില്ല. കേരളത്തിൻ്റെ IT ഹബ്ബായിട്ടുള്ള കൊച്ചി അല്ലെങ്കിൽ കാക്കനാട് ഇൻഫോ പാർക്ക് ഉൾപ്പെടുന്ന പ്രദേശമാണ് തൃക്കാക്കര നഗരസഭ. ആ തൃക്കാക്കര നഗരസഭയിൽ ഒരുപാട് വികസനങ്ങൾ അല്ലെങ്കിൽ സ്മാർട്ട് സിറ്റി പോലുള്ള വൻകിട പദ്ധതികളൊക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നിലാണ്. ഇതിൻ്റെയൊക്കെ കാരണം നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ജനപ്രതിനിധികളുടെ കഴിവില്ലായ്മയും കൊണ്ടാണ് ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. ജനാധിപത്യം നമ്മൾക്കറിയാം, രാഷ്ട്രീയകക്ഷികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്ന് തന്നെയാണ്. അതിൽ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റുന്ന ജനപ്രതിനിധികളെയാണ് തെരഞ്ഞെടുത്ത് നമ്മൾ നഗരസഭയിലേക്ക് അയക്കേണ്ടത്. ഏതായാലും തൃക്കാക്കരയെക്കുറിച്ച്, തൃക്കാക്കരയിൽ വർഷങ്ങളായി തൃക്കാക്കരയിൽ താമസിക്കുന്ന പൊതുപ്രവർത്തകനും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മൾക്ക് തീർച്ചയായും ഈ ഒരു സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്ക് അനിവാര്യമാണ്. CR നീലകണ്ഠൻ സാറാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ നമ്മൾ കാണാറുണ്ട്, മിക്കവാറും ചാനൽ ചർച്ചകളിലൊക്കെ വളരെ നിഷ്പക്ഷമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെടാനും അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സജീവമായി, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ വളരെ മികവുറ്റ പ്രവർത്തനമാണ്. ഏതായാലും അതുപോലെ പ്രവർത്തിക്കുന്ന, നിഷ്പക്ഷമായിട്ട് കാണുന്ന നല്ലൊരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള നീലകണ്ഠൻ സാറായതുകൊണ്ട് നമുക്ക് തീർച്ചയായും തൃക്കാക്കരയെക്കുറിച്ച്, തൃക്കാക്കരയുടെ സ്പന്ദനം തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ പറ്റുന്ന, പ്രതികരിക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൃക്കാക്കരയുടെ ഇപ്പോഴത്തെ പോരായ്മകൾ, തൃക്കാക്കരയിൽ ഇനിയിപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എന്താണ് മാറ്റങ്ങൾ വരേണ്ടത്, എങ്ങനെ ആയിരിക്കണം ജനപ്രതിനിധികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏതായാലും നീലകണ്ഠൻ സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. സാറേ, തൃക്കാക്കരയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ തൃക്കാക്കരയുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടാറുള്ള ആളാണ്. അതുപോലെ തന്നെ ഓരോ മുക്കും മൂലയും അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾക്ക് ഈ തൃക്കാക്കരയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? തൃക്കാക്കരയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, തൃക്കാക്കരയ്ക്ക് അർഹമായ രീതിയിലുള്ള അതിൻ്റെ വികസനം ഞാൻ വികസനം എന്ന് മാത്രമല്ല പറയുക, പലപ്പോഴും സസ്റ്റനൻസ് എന്ന് പറയും, സുസ്ഥിരത, ശരി, അത് നമുക്ക് ലഭിക്കുന്നില്ല. ഇക്കാലത്ത് നമ്മൾ വികസനം എന്ന വാക്ക് വെറുതെ പറയാറില്ല. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് ആ വാക്ക് ഉപയോഗിക്കുക. അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് UN തന്നെ അംഗീകരിച്ചിട്ടുള്ളത്. വെറുതെ വികസനം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ലാതെ. തൃക്കാക്കര, ഇപ്പം ഞാൻ കഴിഞ്ഞ ഏതാണ്ട് 40 വർഷമായി തൃക്കാക്കരയിലുണ്ട്. ഇവിടുത്തെ വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് ഉറപ്പായി പറയാൻ കഴിയും, ഇന്ത്യയിലെ തന്നെ, ഒരുപക്ഷെ കേരളത്തിൽ എന്തായാലും മാതൃകാപരമായി നിലനിർത്താവുന്നൊരു നഗരസഭയാണ് തൃക്കാക്കര. തീർച്ചയായിട്ടും. വിഭവങ്ങൾ കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ ഒരു മുനിസിപ്പാലിറ്റിയിലും, ഇത് പഞ്ചായത്തായിരുന്ന കാലം മുതൽ ഞാനിതിൽ ജനകീയാസൂത്രണത്തിൽ ഇടപെടുന്ന ആളെന്നുള്ള രീതിയിൽ പറയാം, ഒരു മുനിസിപ്പാലിറ്റിയിലും ഒരു രീതിയിലും ഇത്രയും വലിയ പദ്ധതികളില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ, നമ്മൾ എറണാകുളം ജില്ലയുടെ തലസ്ഥാന തൃക്കാക്കര എന്ന് പറയും. ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ IT തലസ്ഥാനമാണ് തൃക്കാക്കര. തീർച്ചയായിട്ടും IT തലസ്ഥാനം. അത് തൃക്കാക്കരയിൽ സ്മാർട്ട് സിറ്റി ഇപ്പോൾ എന്തോ അറിയില്ല, പക്ഷേ ഇൻഫോ പാർക്ക് ഇവിടെയുണ്ട്. നിരവധി ചെറുതും വലുതുമായ IT കമ്പനികൾ ഇൻഫോ പാർക്കിന് പുറത്തുമുണ്ട്. നമുക്ക് സെസ് ഉണ്ട്. സെസ് ഒരു ചെറിയ സ്ഥാപനമല്ല. നമുക്ക് NPOL പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സ്ഥാപനങ്ങളുണ്ട്. 4000-ത്തിലധികം ആളുകളോട് വർക്ക് ചെയ്യുന്നു എന്ന് പറയും. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, എൻജിനീയറിംഗ് കോളേജുകൾ, അതുപോലെ പലതും. ഇതൊക്കെയുള്ള തൃക്കാക്കര, ജില്ലാ ആസ്ഥാനമായ തൃക്കാക്കര, ഒരുപാട് വിദഗ്ധരുള്ള തൃക്കാക്കര, റിട്ടയർഡ് ആയിട്ടുള്ളവരും പ്രവർത്തിക്കുന്നവരുമായി ഒരുപാട് വിദഗ്ധർ ജീവിക്കുന്നു. അവരെയൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അതാണ്. അപ്പം മനുഷ്യ വിഭവവും വരുമാനത്തിൻ്റെ വിഭവവും ഏറ്റവും കൂടുതലുള്ള ഒരു നഗരസഭ, ഒരു മുനിസിപ്പാലിറ്റി എന്ന അർത്ഥത്തിൽ നമുക്ക് തൃക്കാക്കരയെ കാണാം. പക്ഷേ തൃക്കാക്കര എന്താണ് ആ ലക്ഷ്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ലക്ഷ്യങ്ങളിലേക്ക് എത്താത്തത് എന്ന ചോദ്യം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ചോദിക്കുന്ന ഒരാളാണ് ഞാൻ, അന്വേഷിക്കുന്ന ഒരാളാണ്. ഏതായാലും നന്മത അന്വേഷിക്കുന്ന നല്ല കാര്യം. തൃക്കാക്കര ഒന്നാമത്തെ നമ്മൾ വരുമ്പോൾ ഉള്ള കാര്യം, നമ്മൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പിലാണ് നിൽക്കുന്നത്. ഭരണഘടനയുടെ ഭേദഗതിയൊക്കെ അനുസരിച്ച് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ അധികാരങ്ങളുണ്ട്, ഫണ്ടുണ്ട്, ഒരു തനത് ഫണ്ടുണ്ട്,
സർക്കാർ ഫണ്ടുണ്ട്. ഇവിടെ തനത് ഫണ്ട് സർക്കാർ ഫണ്ടിനേക്കാൾ കൂടുതലുള്ള വളരെ അപൂർവ മുനിസിപ്പാലിറ്റിയാണ് തൃക്കാക്കര. കാരണം തൊഴിൽ നികുതി ആയിട്ടായാലും കെട്ടിട നികുതി ആയിട്ടായാലും ഓരോ ദിവസവും കൂണ് പോലെ വലിയ വലിയ ഫ്ലാറ്റുകൾ മുളച്ചു പൊന്തുക. തീർച്ചയായിട്ടും. അപ്പോൾ കെട്ടിട നികുതി ഇനത്തിൽ കിട്ടുന്ന വലിയൊരു വരുമാനം, തൊഴിൽ നികുതി ഇനത്തിൽ കിട്ടുന്ന വലിയ വരുമാനം, പിന്നെ ആളുകൾ ഇവിടെ വന്ന് യാത്ര ചെയ്യുന്നു, പിടിക്കുന്നു, അതിൻ്റെയായി ബന്ധപ്പെട്ട വരുമാനങ്ങൾ. ഈ വരുമാനങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ വികസന അല്ലെങ്കിൽ വളർച്ചയുടെ സാധ്യതകൾ കൊണ്ടുവരാൻ കഴിയാത്തത്, ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് ശരിയായ രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്നതാണ്. വളരെ ശരിയാണ്. ഞാൻ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ യോജിപ്പുള്ള ആളാണ്. കാരണം അവരൊക്കെ ജനാധിപത്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. മഹാത്മാഗാന്ധിയാണ് ആദ്യമായി പറഞ്ഞത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. തീർച്ചയായിട്ടും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം തദ്ദേശ ഭരണ സ്ഥാപനം. അത് നമുക്കൊരു ഉട്ടോപ്യൻ സങ്കല്പമായിട്ട് വിടാം. കേരളം പോലൊരു സ്ഥലത്ത് അങ്ങേയറ്റം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ അത് അസാധ്യമാണ്. പക്ഷേ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം അനുസരിച്ച് തന്നെ ഒരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും ഭരണത്തിൽ രാഷ്ട്രീയമില്ല. തീർച്ചയായിട്ടും. ഇപ്പം ഭരണ പ്രതിപക്ഷം ഇല്ല യഥാർത്ഥത്തിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനം. നേതൃത്വം കൊടുക്കുന്ന നമുക്ക് പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവി ഇല്ല. ഇപ്പോൾ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഉള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇല്ല. ഒരു ചെയർപേഴ്സണിന് ചെയർമാൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുറേ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺസോ ചെയർമാൻമാരോ ഉണ്ടാവും. പിന്നെ അംഗങ്ങളുണ്ടാവും. എല്ലാ അംഗങ്ങളും ഏതെങ്കിലും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭരണത്തിൻ്റെ ഒരു ഭാഗം. തീർച്ചയായിട്ടും. എവിടെയെങ്കിലും ഇപ്പോൾ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി, നിർമ്മാണ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒക്കെ ഏതിലെങ്കിലും ഒന്നിൽ, ഇപ്പം സേവന വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി, എല്ലാ അംഗങ്ങളും നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ എന്നെടുക്കാം. എല്ലാ അംഗങ്ങളും മന്ത്രിസഭാംഗങ്ങളായിട്ടുള്ള ആ സംവിധാനമാണ് ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിനുള്ളത്. ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും, അവരുടെ പാർട്ടി ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷേ എല്ലാവരും മന്ത്രിസഭാംഗങ്ങളായ ഒരു മന്ത്രിസഭയാണ്. അതുകൊണ്ട് തന്നെ ഭരണപ്രതിപക്ഷം എന്ന ഒരു വ്യത്യാസം തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ വരാൻ പാടില്ല. നിർഭാഗ്യവശാൽ തൃക്കാക്കരയിൽ ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിൽ മാത്രമല്ല, ഓരോ കക്ഷികൾക്കകത്ത് ഗ്രൂപ്പുകൾക്കകത്തും അതിനകത്ത് പിന്നെ വ്യക്തികൾക്കകത്തും ഒക്കെയുള്ള സംഘർഷങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി തൃക്കാക്കരയുടെ വഴി മുടക്കി കിടക്കുകയാണ്. ജനങ്ങൾ മടുത്തു. വഴി മുടക്കി കിടക്കുകയാണ്. ഒരേ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ തന്നെ തർക്കം. ഒരു പാർട്ടി ചെയർപേഴ്സൺ ആയാൽ 2 വർഷം കഴിയുമ്പോൾ വേറൊരു പാർട്ടി ചെയർപേഴ്സൺ ആവും. അതെങ്ങനെ അങ്ങനെ മാറുന്നത്? തൃക്കാക്കരയിൽ 4ാമത്തെ ചെയർപേഴ്സൺ വൈസ് ചെയർമാനാണ്. അപ്പോൾ ചെയർമാൻസനോ വൈസ് ചെയർമാനോ, ഇതിന് മുമ്പുള്ളതിൽ 3 തവണ 4 ചെയർമാൻമാരുണ്ട്, മാറിക്കൊണ്ടിരുന്നു. 4 ചെയർമാൻമാരുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വേണ്ടത്. രാഷ്ട്രീയ കക്ഷികൾക്ക് നയമുണ്ട്, ഞാൻ സമ്മതിച്ചു. ഇപ്പോൾ LDFനും UDFനും BJPക്കും വേറെ ഏതെങ്കിലും പാർട്ടി വരികയാണെങ്കിൽ അവർക്കൊക്കെ പ്രഖ്യാപിത നയങ്ങളുണ്ട്. പക്ഷേ പ്രഖ്യാപിത നയങ്ങൾ ഒരു അസംബ്ലിയിലോ പാർലമെൻറ്റിലോ പറയുന്ന പോലെ അല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ ഈ നയങ്ങൾ ഇവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തുക വേണ്ടത്. അല്ലാണ്ട് എനിക്കിപ്പോൾ വർഗീയതയെക്കുറിച്ചൊരു നയമുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചുണ്ട്, അതൊന്നും ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നടപ്പാവില്ല. തീർച്ചയായിട്ടും. കാരണം തദ്ദേശ ഭരണ സ്ഥാപനം, തദ്ദേശ ഭരണം എന്ന് നമ്മളിപ്പോൾ സ്വയം ഭരണം എന്നാണ് പറയുക. അവർക്ക് കിട്ടുന്ന ഫണ്ട്, അവർക്ക് കിട്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഒക്കെ അനുസരിച്ചല്ലേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. അല്ല അവരൊരു പോളിസി, എനിക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ജയിച്ചു വന്നിട്ട് എൻ്റെ പോളിസി ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. പക്ഷേ ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്, പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിനകത്ത് നിന്നുകൊണ്ട് അതിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ച് തൃക്കാക്കര മനോഹരമായ ഒരു പട്ടണമാക്കാം. വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, ഇഷ്ടം പോലെ വരുമാനം. അതെ, വരുമാനമുണ്ട്, ഇഷ്ടം പോലെ വരുമാനമുണ്ട്, മാനവിക വിഭവശേഷിയുണ്ട്, ഭൂമിയുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. തൃക്കാക്കരയ്ക്ക് വേണ്ടത്, ഞാൻ ഉദ്ദേശിക്കുന്നത്, വളരെ ശക്തമായ, അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന, ഭരണപ്രതിപക്ഷ തർക്കങ്ങളില്ലാത്ത, പാർട്ടി ഗ്രൂപ്പ് തർക്കങ്ങളില്ലാത്ത ഒരു ഭരണമാണ്. 5 കൊല്ലം ആ ഭരണം ഉണ്ടായാൽ തൃക്കാക്കര മാറും. അപ്പോൾ അതുപോലെ ഒരു ഭരണം ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, നമ്മുടെ ഞാൻ തുടക്കത്തിൽ തന്നെ ഇൻട്രോയിൽ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, ഈ ജനപ്രതിനിധികൾ എന്നാൽ സേവകരാണ്. നമ്മൾക്ക് സേവനം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മ ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ആളുകളാണ് ജനപ്രതിനിധികളാകട്ടെ. മിക്കവാറും ഈ ഉപജീവന മാർഗമാക്കുന്ന ചില കൗൺസിലർമാരുണ്ട്, എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത്.
അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഭരണമാണ് ഇപ്പം തൃക്കാക്കരയിൽ. അതുപോലെ ഒരു അധികാരത്തിന് വേണ്ടി ഉള്ള വടംവലി, ഇതൊക്കെയാണ് തൃക്കാക്കരയിൽ നടക്കുന്നത്. മറ്റൊന്നുകൂടി ഞാൻ ഇതിനിടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചു, പ്രകൃതി എന്ന് പറയുമ്പോൾ ഒരു വഴികാട്ടിയായിരിക്കണ്ടേ. ഇപ്പോൾ തൃക്കാക്കര നഗരസഭ, നമ്മളിപ്പോൾ അതിനെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. തൃക്കാക്കര നഗരസഭയിൽ നമ്മൾ വന്നാൽ ഈ വഴിമുടക്കികൾ ആണ് കൗൺസിലർമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും. തൃക്കാക്കര നഗരസഭയുടെ ചെയർപേഴ്സൻ്റെ വാഹനം തന്നെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഒരു വാഹനമാണ്. അത് വഴിമുടക്കിയായി, അതായത് എൻട്രൻസിൽ തന്നെ ആളുകൾക്ക് അകത്തേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കാണാം. അതുപോലെ തന്നെ ആരെങ്കിലും, ഇപ്പോൾ നമ്മൾക്കറിയാം ആളുകൾ കുഴഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾക്കറിയാം. അങ്ങനെ വന്നാൽ ഒരു ആംബുലൻസ് പോലും അകത്ത് കയറാൻ പറ്റാത്ത സ്ഥിതി. അതുപോലെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ നഗരസഭയിൽ നിരവധി വരാറുണ്ട്. അവർക്ക് അകത്ത് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. നമ്മൾ ചില പഞ്ചായത്തുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെന്ന് കഴിഞ്ഞാൽ ചായ, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി, അവർ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വഴിമുടക്കികളായി നിൽക്കുന്ന ചില എന്ന് തന്നെ പറയേണ്ടതില്ല, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെയുള്ള ജനപ്രതിനിധികളല്ല നമ്മൾക്ക് വേണ്ടത്, അല്ലേ സർ? ജനപ്രതിനിധികൾ എങ്ങനെയായിരിക്കണം എന്ന ചോദ്യം ജനങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. ആദ്യമായി ഇപ്പോൾ വഴിമുടക്കിനെ കുറിച്ചും മറ്റേ ഇത് മാത്രമല്ല, പല പദ്ധതികളും മുടക്കുന്നത് ജനപ്രതിനിധികൾ. പല താല്പര്യങ്ങളാവും. ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയ താല്പര്യമാവാം, ചിലപ്പോൾ ഗ്രൂപ്പ് താല്പര്യം. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു പാർലമെൻ്ററി പാർട്ടി ഏതെങ്കിലും ഒരു ഭരണകക്ഷിയുടെ തന്നെ വയ്ക്കുക വാദത്തിന് ഒരു തീരുമാനം എടുത്താൽ പോലും അത് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പോലും നടപ്പാക്കാൻ കഴിയാതെ വരിക എന്നുള്ളത് വളരെ വളരെ നിരാശാജനകമാണ്. നേരത്തെ വഴി ഇടുന്ന കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും ചെയർപേഴ്സൺ പറയുന്ന ന്യായം അതെന്തോ ആവട്ടെ, ആ ന്യായം അത് നടപ്പാക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടല്ലേ അപ്പോൾ അവിടേക്ക് ബാക്കി വണ്ടികൾ കയറ്റിയിടും എന്ന് പറയുന്നത്. ഇവിടെ ബാക്കി വണ്ടികൾ കയറ്റിയിടാൻ പാടില്ല എന്ന് എഴുതി വെച്ച് ബാക്കി വണ്ടികൾ കയറ്റിയിട്ടാൽ അവരെ ഇറക്കി പുറത്തുവിടേണ്ട ജോലി ചെയർപേഴ്സണും തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ട ജോലിയാണ്. തീർച്ചയായിട്ടും അത് ചെയ്യാൻ ധൈര്യമില്ലാത്തത് കൊണ്ട്, അത് ചെയ്യാൻ ശേഷിയില്ലാത്തത് കൊണ്ട് സ്വന്തം വണ്ടി അവിടെ കൊണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. മാത്രമല്ല ആക്സസ് എന്ന് പറയുന്നത് നമ്മളെ പ്രവേശനം, അതെ, വയ്യാത്ത ആളുകൾ ഉണ്ടാവാം, മറ്റേ അംഗപരിമിതരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ തന്നെ സാധാരണ കാൽനടക്കാർ തന്നെ ഉണ്ടാവാം. അവർക്ക് സുഗമമായി എത്താൻ കഴിയാതെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ചെയർപേഴ്സന്റെ മാത്രം കുഴപ്പമല്ല, നമ്മുടെ ഈ സംവിധാനമാകെ അതിന് പരാജയപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ ചെയർപേഴ്സൺ മാത്രം അല്ല ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തിയല്ല അത്, ഒരു സംവിധാനത്തിന്റെ പരാജയമാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെയാണ് അതിനെ കാണുന്നത്. മറ്റൊന്നുകൂടി ഞാൻ ചോദിച്ചോട്ടെ, ഈ ജനപ്രതിനിധികൾ വരുമ്പോൾ ശരിക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു അധികാരമല്ല. അധികാരമാണോ? സേവനം. ജനപ്രതിനിധി അധികാരമല്ല, അല്ല, ഒരു സേവനം ആണല്ലോ അവർ ചെയ്യേണ്ടത്. അപ്പോൾ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ട ആളുകൾ, അതിനുശേഷം കയറേണ്ട ആളുകളാണ് അവർ, ശരിയല്ലേ? പക്ഷേ അവർ കയറി മറ്റുള്ളവർക്ക് കയറാൻ അല്ല, ഞാൻ അതാ പറഞ്ഞേ, ചെയർപേഴ്സൺ ഞാൻ എൻ്റെ വണ്ടി ഇട്ടില്ലെങ്കിൽ വേറെ വണ്ടികൾ ഇടും എന്ന് പറയാൻ അവസരം കൊടുക്കേണ്ട കാര്യമില്ല. വേറെ വണ്ടി കയറേണ്ടത് അവിടെ ഒരു ചെയിൻ ഇട്ടാൽ മതി. അതെ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി അവിടെ ഒരു ചെയിൻ അവിടെ ഇട്ടാൽ മതി. ചെയിൻ ഇട്ട് അങ്ങനെ വണ്ടി കയറാൻ പറ്റില്ല. ആവശ്യം വരുമ്പോൾ വേറെ ഏതെങ്കിലും അത്യാവശ്യക്കാർ വരണേ, ആംബുലൻസ് വന്നെങ്കിലും വരണേ, ചെയിൻ അങ്ങ് മാറ്റിയിട്ട് അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെല്ലാം ചെയ്യണേ. അല്ല, ചോദിക്കും പറയും ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞേ, വണ്ടി അവിടെ ഇടരുതല്ലോ. തീർച്ചയായിട്ടും വണ്ടി അവിടെ ഇടരുതല്ലോ. ആ വഴി, ആ പ്രവേശന കവാടം ഒഴിച്ചിട്ടുകൊണ്ട് വണ്ടി വേറെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് അവിടെ മറ്റു വണ്ടികൾ അനാവശ്യമായി കയറാതിരിക്കാൻ വേണ്ടി സംവിധാനം ചെയ്യേണ്ടതാണ്. അതാണ് ഏർപ്പെടുത്തേണ്ടത്. അത് നമുക്ക് അത് ഞാൻ പറഞ്ഞ ഒരു ഭരണപരമായ നമ്മുടെ ഒരു കെടുകാര്യസ്ഥതയുടെ ഒരു ലക്ഷണമാണ്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞ ആ ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ ഒരു സിസ്റ്റം പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയാം. ഞാൻ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഒരു സിസ്റ്റം പരാജയപ്പെട്ടു. ഇനി പ്രദീപ് ചോദിച്ച മറ്റൊരു ചോദ്യം, ജനപ്രതിനിധികൾ ഇതൊരു വരുമാന മാർഗമായി കാണുന്നു. വളരെ തെറ്റായൊരു കാര്യമാണത്. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഈ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ജനപ്രതിനിധികൾക്ക് ശമ്പളമില്ല, വെറും ഒരു അലവൻസാണ്. അത് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊടുക്കുന്നത് സിറ്റിംഗ് അലവൻസ് പോലെ ഒരു അലവൻസാണ്. അത് ശമ്പളമല്ല, ഓണറേറിയം എന്ന് വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പേര് പറയാം. പക്ഷേ അത് ഉപജീവന മാർഗമാക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. പണ്ട് ഹോച്ചിമിൻ അത് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയക്കാർക്ക് തൊഴിൽ വേണമെന്ന് ഹോച്ചിമിൻ പറഞ്ഞു. വേറെ തൊഴിൽ വേണം. ഇന്ത്യക്കാർ ഇപ്പോൾ MP ചെന്നപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ എന്താ തൊഴിൽ? ഞാൻ MP ആണെന്ന് പറഞ്ഞു. അതെന്തൊരു തൊഴിലാണ്? MP MLA ഒരു തൊഴിലല്ല.
നിങ്ങൾ സേവനമാണ്. കാരണം അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരും തീർച്ചയായും. ജീവിതം നിലനിർത്താൻ ഉണ്ടാക്കൽ മാത്രമല്ല നമ്മുടെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പം നമ്മുടെ രാഷ്ട്രീയത്തിലെ കറപ്ഷൻ, അഴിമതി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരുപക്ഷെ അവൻ കാശുണ്ടാക്കലാവില്ല. അവന് വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്താൻ കാശുണ്ടാക്കും, അവൻ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ട കാശുണ്ടാക്കും. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അഴിമതി, അതിനുള്ള ധനസമ്പാദനം, ഇങ്ങനെ അടക്കം. അപ്പോൾ അഴിമതി വരുമ്പോഴുള്ള പ്രശ്നം എന്താ? അഴിമതി ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം. നമ്മൾ കാണണം, എൻ്റെ അവകാശം എനിക്ക് കിട്ടാതെ നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ എൻ്റെ അവകാശം ലംഘിക്കപ്പെടുന്നത്. യഥാർത്ഥ അവകാശം പോയില്ലേ, എനിക്ക് ഇല്ലല്ലോ. അപ്പോൾ മനുഷ്യാവകാശ ലംഘനമാണ്. അതുപോലെ അത് മറ്റു പല രീതിയിലും കുഴപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഒരാൾ ജനപ്രതിനിധി ആവുമ്പോൾ എന്തൊക്കെ ആയിരിക്കണം അയാൾക്കുള്ള യോഗ്യത എന്ന്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരെയല്ലേ, തീർച്ചയായിട്ടും. ഇപ്പം ഇലക്ഷൻ വരുന്നു, ഈ ജനപ്രതിനിധി ആകേണ്ട ആളുകൾ എങ്ങനെയായിരിക്കണം? അത് ജനങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ തീരുമാനിക്കേണ്ട ഒരു സമയമാണ്. ജനങ്ങളുടെ അടുത്ത് എന്താണ് പറയുന്നത്? അല്ല, ജനങ്ങൾക്ക് മാത്രം അത് തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ശരി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 2 or 3 മുന്നണി സ്ഥാനാർത്ഥികളായിരിക്കും വരിക. നമ്മുടെ നാട്ടിലെ മുന്നണി ഈ മറ്റേ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിമിതി, നിങ്ങൾക്ക് എലക്ഷൻ ഇല്ല, സെലക്ഷനേ ഉള്ളൂ. ഇവിടെ എലക്ഷൻ നടക്കാറില്ല. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലായോ? എന്താണ് എലക്ഷനും സെലക്ഷനും? എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. ശരി. സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. നമ്മളൊരു കടയിൽ പോയാൽ സെലക്ട് ചെയ്യാനല്ലേ പറ്റും. ശരി. എലക്ഷൻ അല്ല, സെലക്ഷനാണ്. സെലക്ഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ള സ്ഥാനാർത്ഥികളിൽ നിന്നാണ്. അപ്പം ഞാനിതിൽ പറയുന്നത്, നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോട് പെരുമാറണം എന്നൊരു അഭ്യർത്ഥന ആദ്യം എനിക്കുണ്ട്. കാരണം അവരാണല്ലോ ആദ്യം തീരുമാനിക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി തീരുമാനിക്കുകയാണ്. സ്ഥാനാർത്ഥി തീരുമാനിക്കുമ്പോൾ ഓക്കെ, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കണം, സംശയമൊന്നുമില്ല, എന്നാലേ ജയിക്കുള്ളൂ. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, ഇയാൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഈ ജോലി ചെയ്യാനുള്ള ശേഷിയുണ്ട് എന്നും പരിശോധിക്കപ്പെടണം. കാരണം അതിനുള്ള അറിവ് മാത്രമല്ല, അറിവ് എന്ന് ഞാൻ പറയുന്നത് കേവലം സ്കൂൾ വിദ്യാഭ്യാസമല്ല. നിങ്ങളിപ്പോൾ ഡിഗ്രി പാസ്സായാലും യഥാർത്ഥ കോമൺ സെൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ജനങ്ങളുമായി ഇടപെടുന്നതിലൊരു ശേഷി, ഈ സ്വന്തം ഡിവിഷനെ കുറിച്ചെങ്കിലും എന്താണ് ആ ഡിവിഷൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അതെങ്ങനെയാണ് തൃക്കാക്കരയുടെ പൊതു ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്നത്, അതെങ്ങനെയാണ് നമുക്ക് നടപ്പാക്കാൻ കഴിയുക. അല്ലാതെ കുറേ വലിയ ലൈറ്റുകൾ സ്ഥാപിച്ചു, പേരെഴുതി ഒട്ടിച്ചു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ കുറേ റോഡ് ഉണ്ടാക്കി അതിലെൻ്റെ ശിലാഫലകം വെച്ചു എന്നത് മാത്രമല്ല. ഇപ്പോൾ തൃക്കാക്കരയുടെ പ്രശ്നങ്ങളിലേക്ക് നമുക്ക് വീണ്ടും വരാം. ആ പ്രശ്നങ്ങൾ സ്വന്തം ഡിവിഷനിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുകയും അതിന് പരിഹാരം കാണാൻ മുഴുവൻ ജനങ്ങളെയും, അവിടെ ജയിക്കുന്ന കക്ഷിയുടെ ആളുകൾ മാത്രമല്ല, മുഴുവൻ ജനങ്ങളെയും. നമ്മുടെ നാട്ടിൽ വാർഡ് സഭ എന്നൊരു സംവിധാനമുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമാണ്. പഞ്ചായത്തുകളാണ്, ഗ്രാമസഭയാണ്. ഈ വാർഡ് സഭകൾ പോലും നന്നായി വിളിച്ചു കൂട്ടാൻ കഴിയുന്ന കൗൺസിലർമാർ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. അത് ശരി. വാർഡ് സഭയിൽ ഒരു വിഷയം വെച്ചു, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു പ്രദേശത്തെങ്കിൽ, വാർഡ് സഭ കൂടി ആ പ്രശ്നത്തിന് ഇന്ന പരിഹാരമുണ്ട് എന്ന് തീരുമാനമെടുക്കുകയും അത് മറ്റേ കൗൺസിലിനെ അറിയിക്കുകയും അത് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിഗണിക്കുകയും അതിൻ്റെ പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ളതാണ് ഐഡിയൽ, ആദർശപരമായ ഒരു സംവിധാനം. പക്ഷെ നമുക്ക് പലപ്പോഴും വാർഡ് സഭ ഒരു ചടങ്ങാണ്. ഒരു വർഷത്തിൽ 4 തവണ കൂടുന്നതാണ്, 4 തവണ കൂടും, അത് കൂടി അങ്ങ് പോവാന്നുള്ളതാണ്. നേരെ മറിച്ച് വാർഡ് സഭയിൽ ഗൗരവതരമായ ചർച്ചയില്ല. ആകെയുള്ളത് ഈ ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറീസിനെ തിരഞ്ഞെടുക്കുന്ന വല്ല സംഭവം ഉണ്ടെങ്കിൽ അതിന് വരും വീട് കൊടുക്കേണ്ട. രണ്ടാമത്തെ വിഷയം, ഇപ്പോൾ തൃക്കാക്കരയ്ക്ക് വലിയൊരു ഫണ്ട് കിട്ടുന്നു. അത് വാർഡനുസരിച്ച് വീതിക്കേണ്ട ഒരു സാധനമല്ല. ഇപ്പോഴും പലപ്പോഴും കാണുന്നത് റോഡിന് 30-ാം വാർഡിലേക്ക് ഇത്ര ഫണ്ട്, അത്രയും ഫണ്ട് തന്നെ 28-ാം വാർഡിലേക്ക്, അത്രയും ഫണ്ട് തന്നെ 6-ാം വാർഡിലേക്ക്. അതെന്താ കഥ? പല തലത്ത് പല ആവശ്യങ്ങളല്ലേ വരിക. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നോക്കിയിട്ട് വേണം. അപ്പോൾ സമഗ്രമായി കാണണം. സമഗ്രമായി കാണുന്ന ഒരു കൗൺസിലും അതിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ റോഡിൻ്റെ ഒരു പണി ആവശ്യമില്ലാത്ത ഒരു വാർഡിലേക്കായിരിക്കും അങ്ങനെ പൈസ കൊടുക്കുക. അവിടെ ചിലപ്പോൾ ആവശ്യം കുടിവെള്ളമായിരിക്കും. അതെ, തീർച്ചയായും. അവിടെ ചിലപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തലായിരിക്കും. അവിടെ ചിലപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വഴിയായിരിക്കും. അങ്ങനെ അപ്പോൾ അല്ലെങ്കിൽ ഭവന നിർമ്മാണമായിരിക്കും, അല്ലെങ്കിൽ SC മേഖലയിലെ വികസനങ്ങളായിരിക്കും. അത് ഏതിനെന്ന് കാണാൻ അവിടെയാണല്ലോ നമ്മൾ പ്ലാനിങ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മൾ പ്ലാൻ ഉണ്ടാക്കും. ഇവിടെ പ്ലാനുണ്ട്, മനസ്സിലായി. നമ്മൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആ കാഴ്ചപ്പാടുള്ള ആളുകൾ ഇതിൽ വരണം. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ രാഷ്ട്രീയ കക്ഷികൾ തന്നെ നിയോഗിച്ചാൽ അപ്പോൾ ജനങ്ങൾക്ക് പ്രശ്നമില്ല. രണ്ടും നല്ല ആളാണെങ്കിൽ നമുക്ക് ആർക്കും. തീർച്ചയായും. ഈ ഒരു സമയത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാനുള്ളത്, അപ്പം വാർഡ് തലത്തിൽ
അടുത്ത പ്രാവശ്യം ജയിക്കാൻ വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കാം. പക്ഷേ ആ വാർഡ് തലത്തിൽ മാത്രം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഒരു വാർഡ് കൗൺസിലർ എടുത്ത് ചോദിക്കുന്നത്, അതെ ലൈറ്റ് കത്തിയില്ലല്ലോ, അതെ കുടിവെള്ളമില്ലല്ലോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഒരു വാർഡ് കൗൺസിലർ എടുത്ത് ചോദിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവരുടെ അടുത്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം ചെയ്ത് ഒതുങ്ങിപ്പോകുന്നു. പക്ഷെ തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. പൊതുനിരത്തുകൾ, കുടിവെള്ളം, മാലിന്യ സംസ്കരണം, കിടത്തി ചികിത്സ, അതുപോലെ തന്നെ നല്ലൊരു ബസ് സ്റ്റാൻഡ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തൃക്കാക്കരയിലില്ല. അതിൻ്റെ കാരണം ഒരു സമിതി, സാധാരണ ഒരു വാർഡ് തലത്തിലില്ല, തൃക്കാക്കരയ്ക്ക് ഒരു എല്ലാ കക്ഷികളും ചേർന്നുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികൾ, അങ്ങനെയുള്ള എല്ലാ രംഗത്തുള്ള ആളുകളെയും കൂട്ടി ഒരു സമിതി ഉണ്ടെങ്കിൽ ആ സമിതിയിൽ പൊതുവായിട്ടുള്ള തൃക്കാക്കരയ്ക്ക് ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്, മൂന്നാമത് ചെയ്യേണ്ടെന്നൊരു ഇതുണ്ടാക്കി അതിനനുസരിച്ച് ഒരു നല്ലൊരു മാർഗരേഖ തയ്യാറാക്കി നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പോകുന്നതിന് പകരം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തൃക്കാക്കര നഗരസഭ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തൃക്കാക്കര ഈ പുറകോട്ടടിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത്. അത് ഇപ്പോൾ 42 ഇപ്പോൾ എത്ര കൗൺസിലർമാരെന്ന് അറിയില്ല, 43 ഡിവിഷനായി തൃക്കാക്കരയെ വിഭജിക്കുമ്പോൾ 43 ഡിവിഷൻ 43 തരമായിരിക്കും. ഇവർക്ക് വേണ്ടപ്പോൾ 5-6 ഡിവിഷനിൽ കൂടി പോകുന്ന റോഡുണ്ട്. അത് ഒരു ഡിവിഷനിൽ മാത്രം നന്നാക്കിയ റോഡ് നന്നാവില്ല. തീർച്ചയായും 6 ഡിവിഷൻ NGO കോട്ടേഴ്സിൽ നിന്ന് വാഴക്കാല വരെ പോകുന്ന അല്ലെങ്കിൽ ചെമ്പുമുക്ക് വരെ പോകുന്ന റോഡ് നോക്കി, എന്തെങ്കിലും ഒരു റോഡ്, ആ റോഡ് ഒരു ഡിവിഷന് ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും, വേറെ ഡിവിഷന് 1.5 കിലോമീറ്റർ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മൾ ഫണ്ട് വീതം വയ്ക്കുമ്പോൾ പോലും തൃക്കാക്കരയുടെ സമഗ്രമായൊരു കാഴ്ചപ്പാടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ കാഴ്ചപ്പാടിന് വേണ്ടി തന്നെയാണ് നഗരപാലിക നിയമം നിലകൊള്ളുന്നത്. ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ ഒരു വികസനം നമ്മുടെ പ്രോജക്റ്റ് തയ്യാറാക്കും. ഞാൻ ആ പ്രോജക്റ്റ് തയ്യാറാക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഒരു ഘട്ടത്തിൽ. അപ്പം പിന്നെ അതില്ല, അന്ന് പഞ്ചായത്തായിരുന്നു. പക്ഷേ ചട്ടങ്ങളൊന്നു തന്നെയാണ്. ഈ ഓരോ മേഖലയ്ക്കും ഓരോ കർമ്മസമിതികളുണ്ടാവും, ടാസ്ക് ഫോഴ്സ്. അത് തൃക്കാക്കരയ്ക്ക് മൊത്തമാണ്. തൃക്കാക്കരയിലെ കൃഷി, തൃക്കാക്കരയിലെ വിദ്യാഭ്യാസം, തൃക്കാക്കരയിലെ ഗതാഗതം, തൃക്കാക്കരയിലെ ഭവന നിർമ്മാണം, കുടിവെള്ളം, സേവന മേഖല, പശ്ചാത്തല മേഖല ഒക്കെ, മാലിന്യം ഒക്കെ. ആ ടാസ്ക് ഫോഴ്സ് ഒരിക്കലും ഇഫക്റ്റീവായി ഇവിടെ പ്രവർത്തിക്കാറില്ല. അതാണ് ചോദിച്ചൊരു കാര്യം. ആ ടാസ്ക് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ടാസ്ക് ഫോഴ്സുകൾക്ക് പറയാം, ഇന്ന വാർഡിൽ മാലിന്യ പ്രശ്നമുണ്ട്, ഇന്ന വാർഡിൽ കുടിവെള്ള പ്രശ്നമുണ്ട്, ഇന്ന ദിക്കിലെ സ്കൂള് കുറച്ച് കുഴപ്പത്തിലുണ്ട്, ഇന്ന സ്ഥലത്ത് ലൈബ്രറി ഒന്ന് മെച്ചപ്പെടുത്തണം, ഇന്ന സ്ഥലത്ത് റോഡ് മെച്ചപ്പെടുത്തണം. അപ്പോൾ അതിനനുസരിച്ച്, അതാണ് ഇവിടെ ഇല്ലാത്തത്, അതിനനുസരിച്ച് ഫണ്ട് വികസനം വരും. അപ്പോൾ ഈ കർമ്മസമിതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടാസ്ക് ഫോഴ്സ്, മേഖല 9-12 ടാസ്ക് ഫോഴ്സ് ഉണ്ട്, SC വികസനം എല്ലാത്തിനും ഉണ്ട്. ഈ ടാസ്ക് ഫോഴ്സുകൾ ഒരിക്കലും ഭംഗിയായി പ്രവർത്തിക്കാറില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന പ്രോജക്റ്റ് ടാസ്ക് ഫോഴ്സിൻ്റെ പ്രോജക്റ്റ് ആക്കുക. ടാസ്ക് ഫോഴ്സ് അല്ല. ഞാൻ ആദ്യത്തെ ജനകീയാസൂത്രണത്തിൽ ടാസ്ക് ഫോഴ്സിലും ഞാനിവിടെ കോർഡിനേറ്റർ വരെയുള്ള ചുമതല വഹിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ ടാസ്ക് ഫോഴ്സുകളെ കൊണ്ടൊക്കെ നമ്മളിരുത്തി, ഇപ്പോൾ കാർഷിക മേഖലയിലുള്ള ആളുകളെ വിളിച്ചിരുത്തി, അതിലെ വിദഗ്ധരെ വിളിച്ചിരുത്തി, കൃഷി ഓഫീസർ ഇരുന്ന് ഈ പഞ്ചായത്തിൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അന്ന് പഞ്ചായത്താണ്, മുനിസിപ്പാലിറ്റി ചെയ്യാവുന്ന കാർഷിക പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തുകയും, ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. കാർഷിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃഷി മാത്രമല്ല. കാർഷിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ അവിടെ വെള്ളക്കെട്ടുണ്ടാകും. നമ്മുടെ അവിടെ വെള്ളക്കെട്ടുണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം നമ്മുടെ തണ്ണീർത്തടങ്ങളില്ലാതായത് ഉറപ്പായിട്ട്. അപ്പോൾ ചിലപ്പോൾ നെൽവയൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൃഷി വകുപ്പിന് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കൃഷി നശിച്ചു കിടക്കണം, ആ കൃഷി പുനരുദ്ധരിച്ചാൽ അവിടെ നെൽവയൽ ഉണ്ടാവുകയും, അങ്ങനെ നെൽവയൽ ഉണ്ടായാൽ വെള്ളക്കെട്ട് ഇല്ലാതാവുകയും. ഞാൻ പറഞ്ഞ് ഇത് പല മേഖലകൾ പരസ്പരം ബന്ധിതാണെന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കാർഷിക അങ്ങനെ ഓരോ മേഖലയ്ക്കും നടത്താൻ കഴിയുന്ന പദ്ധതികൾ രൂപപ്പെടുത്തുക. ആ പദ്ധതികൾ ഓരോ ഗ്രാമസഭയിലും ചർച്ച ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഗ്രാമസഭയിൽ എത്തുമ്പോൾ കൃഷിയുടെ ഇന്ന പദ്ധതി, ശരി, റോഡിൻ്റെ ഇന്ന പദ്ധതി, അല്ല എൻ്റെ നിങ്ങൾ പറയാണ് റോഡിന് 10 കോടി രൂപയുണ്ട്, എല്ലാ വാർഡിനും 50 ലക്ഷം രൂപ വെച്ചും കൊടുക്കാം, അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വെച്ച് കൊടുക്കാം എന്ന് കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. നേരെ മറിച്ച് കർമ്മസമിതി എന്താ ചെയ്യുക? ഇവിടെ ഇത്ര 5 വർഷം കൊണ്ട് ഇത്ര റോഡ് വികസിപ്പിക്കണം, ഇത്ര റോഡുകൾ വികസിപ്പിക്കാനുണ്ട്. അതൊന്നാം ഘട്ടം ഏത് റോഡ്, അതിൻ്റെ പ്രയോറിറ്റി എന്ത്? ഒരു പക്ഷേ കുന്നുംപുറം റോഡായിരിക്കും ആദ്യം. പക്ഷേ അപ്പോൾ കുന്നുംപുറം റോഡ് എടുക്കണമെങ്കിൽ 25 ലക്ഷം രൂപ വരും. ഇല്ല, ഇവിടെ ആകെ 20 ലക്ഷം രൂപ. അപ്പോൾ എന്ത് ചെയ്യും? കുന്നുംപുറം റോഡങ്ങ് ഒഴിവാക്കിയിട്ട് പ്രാധാന്യമില്ലാത്ത 4 റോഡ് എടുക്കും. ആ 4 റോഡ് എടുത്താൽ തീർന്നു. 4 റോഡും നേരെയാവില്ല, ഏറ്റവും അത്യാവശ്യമായ കുന്നുംപുറം റോഡും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും
അല്ലെങ്കിൽ പിന്നെ കുന്നുമറ റോഡ് ആകെ 10 ലക്ഷം രൂപയുള്ളൂ, 20 ലക്ഷം രൂപയുടെ വർക്കായി പകുതി ചെയ്തേക്കാം. പകുതി ചെയ്തിട്ടൊരു കാര്യമില്ല, അടുത്ത വഴിക്ക് അതെല്ലാം കൂടി പോകും. അപ്പോൾ എൻ്റെ ഒരു വാദം എന്ന് പറയുന്നത്, പ്രദീപ് പറഞ്ഞത് ശരിയാണ്, തൃക്കാക്കരയെ സമഗ്രമായി കാണാൻ കഴിയുന്ന ഒരു ഈ പറഞ്ഞ പോലെ കർമ്മസമിതി, അത് തദ്ദേശ എന്താ പറയുക വാർഡ് സഭകളിൽ വച്ച് അവരുടെ അംഗീകാരം നേടി. ഇവിടെ ഒരു വികസന സെമിനാറുണ്ട്. ഈ വികസന സെമിനാർ എന്തിനുള്ളതാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കണം. ഇത്തരം കാര്യങ്ങൾ തൃക്കാക്കരയെ സമഗ്രമായി തൃക്കാക്കരയുടെ പ്രോജക്റ്റ് അവതരിപ്പിച്ച് ആ വികസന സെമിനാറിൻ്റെ അംഗീകാരം നേടി. അവിടെ അതാ ഞാൻ പറഞ്ഞത്, മറ്റ് പല പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയിലൊന്നും ഇത്ര വിദഗ്ധരെ കിട്ടാനില്ല. ഇവിടെ ആവശ്യത്തിനുള്ള ആളുകൾ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ 20 നിലയുള്ള കെട്ടിടം പണിയണമെങ്കിൽ അതിന്റെ എഞ്ചിനീയർമാർ നമുക്ക് ഇവിടുന്ന് കൈകൊണ്ട് വിളിച്ചാൽ കിട്ടും. അതുപോലെ റോഡ് പണിയാണ് തയ്യാറാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരു പ്ലാൻ, ഈ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഈ വികസന സെമിനാറിൽ വെക്കുന്നത്. മാസ്റ്റർ പ്ലാൻ ആണ്, പക്ഷെ ആ ഓരോ വർഷത്തെ പദ്ധതി ആയിരിക്കും. ഇവിടെ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല, ഒന്നുമില്ല. അല്ല, ഇവിടെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. കാരണം ഈ ഡിവിഷനാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഓരോരുത്തരും എൻ്റെ വാർഡിലേക്ക് ഇത്ര, എൻ്റെ വാർഡിലേക്ക് ഇത്ര, എൻ്റെ വാർഡിലേക്ക് ഇത്ര എന്ന് പറയുന്ന തരത്തിൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു പ്രോജക്റ്റും കംപ്ലീറ്റ് ആക്കാത്ത തരത്തിൽ പോകും. അപ്പോൾ മാത്രമല്ല മുൻഗണനയുള്ള പദ്ധതികളൊക്കെ പോകും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വാർഡിൽ വളരെ അടിയന്തരമായൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് ഫണ്ടില്ലെങ്കിൽ ആ വർക്ക് കണക്കില്ല, അവിടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സമഗ്രമായി നമ്മുടെ കർമ്മസമിതികൾ വികസന സെമിനാർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് ചർച്ച ചെയ്ത് അതിൻ്റെ ഏറ്റക്കുറവുകൾ പരിഹരിച്ച് അങ്ങനെയാണ് DPCക്ക് നമ്മൾ വാർഷിക പദ്ധതി സമർപ്പിക്കുന്നത്. അപ്പം ഇപ്പം നിലൻ സാർ പറയുന്ന പോലെ നമ്മൾ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾക്കൊരു ഇപ്പോൾ ഒരു വാർഡ് തലത്തിലല്ല, പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച വേണം. അത് ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പം സർവ്വതും വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. മിക്കവാറും ആളുകൾക്ക് അറിയില്ല ഇങ്ങനെ ഒരു കർമ്മസമിതി അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ. നഗരസഭയുടെ ഇപ്പോഴത്തെ കൗൺസിലർമാരുടെ അടുത്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണതെന്ന് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും അറിവില്ല. അപ്പോൾ അതിനൊക്കെ കുറേ കാര്യങ്ങൾ രാഷ്ട്രീയകക്ഷികൾ തന്നെ മുൻകൈ എടുത്ത് അവർ തന്നെ അവരുടെ പ്രതിനിധിയായിട്ട് ഒരാൾ മത്സരിക്കുമ്പോൾ ആ പാർട്ടിയുടെ ഒരു പ്രതിനിധി കൂടിയാണെന്ന് കൂടെ ഓർക്കുക. അപ്പോൾ പാർട്ടിക്കൊരു ചട്ടം ഉണ്ടാവും, ഒരു നയം ഉണ്ടാകും. അതൊക്കെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാർട്ടി ഒരു പൊതുവായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത്, ഇപ്പോൾ ഒരു കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് പാർലമെൻ്ററി പാർട്ടിയൊക്കെ കൂടും. ആ പാർലമെൻ്ററി പാർട്ടിയിൽ പൊതുവായിട്ട് എന്താണ് നമുക്ക് അവിടെ അവതരിപ്പിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് തീരുമാനം എടുക്കും. ആ തീരുമാനമാണ് കൗൺസിലിൽ അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ എല്ലാവരെയും കൂട്ടായ ഒന്നിച്ച് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കേണ്ടത്. ആ പാർലമെൻ്ററി പാർട്ടി തീരുമാനത്തിനെതിരായിട്ട് ആ കക്ഷിയിലെ ആളുകൾ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിയാണ് തൃക്കാക്കരയിലുള്ളത്. അതിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത്, തൃക്കാക്കര നഗരസഭ കൗൺസിലൊന്നും നമ്മളൊക്കെ ഒന്ന് പോയി കാണേണ്ടതാണ്. നമ്മൾ മാർക്കറ്റിലൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആൾക്കാരില്ലേ, മീൻ വാങ്ങാൻ വരും, അതുപോലെയാണ് തൃക്കാക്കര നഗരസഭയുടെ കൗൺസിൽ നടക്കുന്നത്. ഒരു പക്വതയോടുള്ള പെരുമാറ്റം തൃക്കാക്കര നഗരസഭ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല. അതിൽ കുറേ ആളുകൾ നല്ല ആളുകളുണ്ട് കേട്ടോ, വളരെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഉള്ള ആളുകളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനപ്രതിനിധികളെയാണ് നമ്മൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മത്സരിപ്പിക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും. പാർലമെൻ്ററി പാർട്ടി കൂടി തീരുമാനമെടുത്താൽ അത് ഐക്യകണ്ഠേന അത് പാസ്സാക്കാൻ ഒന്നിച്ചു നിൽക്കാനും എല്ലാ കക്ഷിയിലെ ആളുകളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലേ? അല്ല, പാർലമെൻ്ററി പാർട്ടി മാത്രമല്ല, ഞാൻ അതാണ് തുടക്കത്തിൽ പറഞ്ഞത്, 43 അംഗങ്ങൾ ഉണ്ടെങ്കിൽ 43 പേരും ഒരു പൊതു പ്രശ്നത്തിൽ ഒരേ മനസ്സായിരിക്കും. അതിൽ കക്ഷി രാഷ്ട്രീയം, ഗ്രൂപ്പ് രാഷ്ട്രീയം, വ്യക്തി രാഷ്ട്രീയം കടന്നു വരിക. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു, നല്ല ഒരു കൗൺസിൽ യോഗം നമുക്ക് കാണാൻ കിട്ടില്ല അവിടെ. ഞാനവിടെ പോയിട്ടില്ലെങ്കിലും എനിക്കറിയാം. പിറ്റേ ദിവസം റിപ്പോർട്ട് കാണാൻ പറയാം, തല്ല്, പിടി, ഷർട്ട് കീറൽ ഒക്കെ ആയിട്ടുള്ള ക്രിമിനൽ നടപടികളൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ അതിൻ്റെ എന്താവശ്യം? യാതൊരു ആവശ്യമില്ല. കാരണം ഒരു ചട്ടമുണ്ട്, ഫണ്ടുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്തിനാണ് അവർ തർക്കിക്കണേ? പിന്നെ തർക്കിക്കുന്നത് വണ്ണപ്മാൻഷിപ്പ്, അതായത് ഞാനാണ് മേലെ, അവിടെയാണ് പ്രശ്നം. ഈ തർക്കത്തിന് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടികൾക്കകത്തടി, ഗ്രൂപ്പുകൾക്കകത്തടി, ഇങ്ങനെയൊക്കെയായി ഈ ഭരണം ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൗൺസിൽ പോകും. പിന്നെന്താ ചെയ്യുക? ചർച്ചയില്ലാതെ തീരുമാനങ്ങൾ വരികയാണ്. അതെ, ചർച്ചയില്ലാതെ തീരുമാനങ്ങൾ വരും. അപ്പോൾ ആർക്കും അറിയുന്നില്ല അഭിപ്രായം എന്താണ്. പിറ്റേ ദിവസം മിനിറ്റ്സ് വരുമ്പോഴാണ് അവിടെ റോഡ് പണിയാൻ തീരുമാനിച്ചു, ഇവിടെ കണക്ക് പണിയാൻ തീരുമാനിച്ചു, ഇവിടെ ഇത് പണിയാൻ തീരുമാനിച്ചു നമ്മൾ വരണം. നേരെ മറിച്ച്
സമഗ്രമായി ഒരു ഒരു സമചിത്തതയോടെ നമുക്ക് പറയാം ഒരു വിഷയം ചർച്ച ചെയ്ത് ഇതിൽ ഇന്ന കുഴപ്പമുണ്ട്, ഇത് ഇന്നതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് എൻ്റെ രാഷ്ട്രീയമാണ് പ്രധാനം എന്ന് വന്നാൽ ചിലപ്പോൾ അത് നടക്കില്ല. എൻ്റെ എതിർകക്ഷിയുടെ കൗൺസിലിൽ അത് നടക്കണ്ട എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ ഒരു നല്ല ഉദാഹരണം, ഇവിടെ ഒരു ലാബ് ഉണ്ടായിരുന്നു, ലാബ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ഭരണസമിതി ഒരു ഭരണസമിതി തുടങ്ങി. ഭരണസമിതി തുടങ്ങി HLLന്റെ ലാബ് ഇവിടെ അത്യാവശ്യമുള്ള ഒരു സാധനമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഈ ഭരണസമിതി അതും 60-70% നിരക്ക് കുറവില്ല, ഏറ്റവും സാധാരണക്കാർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നുവെങ്കിൽ ആ സംവിധാനം ഇല്ലാതാക്കിയതിന് ആരാണ് ഉത്തരവാദി? കൗൺസിലാണോ, രാഷ്ട്രീയമാണോ? അത് കഴിഞ്ഞ ഭരണസമിതി കൊണ്ടുവന്ന പുതിയ ഭരണസമിതി വന്നപ്പോൾ അല്ല, കഴിഞ്ഞ ഭരണസമിതി തന്നെ ഞാൻ വിചാരിക്കുന്നത് എല്ലാ കക്ഷികളും കഴിഞ്ഞ ഭരണസമിതിയിൽ പലമായിട്ട് ഭരിച്ചിട്ടുണ്ട്. അതെ, ഇപ്പം ഭരണം മാറിയപ്പോൾ മാറ്റി. അല്ല, കഴിഞ്ഞ ഭരണസമിതി തന്നെ UDF LDF മാറി വന്നിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത് തന്നെ. അങ്ങോട്ട് മാറി വന്നു. ആരൊക്കെ വന്നിട്ടുണ്ട്? അതെ, കഴിഞ്ഞ LDF അതായത് KT എൽദോ ഉൾപ്പെടെയുള്ള എനിക്ക് തോന്നുന്നു ആരോട്ടെ. ഞാൻ പറഞ്ഞത് LDF UDF എന്നുള്ള തർക്കത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം ആ സാധനം ഇവിടുത്തെ ജനങ്ങൾക്ക് ഗുണകരമായിരുന്നുവോ? അതെ, തീർച്ചയായിട്ടും അതാണ് ചോദ്യം. അത് രാഷ്ട്രീയ കക്ഷി ഏത് കൊണ്ടുവന്നിട്ട് ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ അത് ജനങ്ങൾക്ക് ഗുണകരമായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് തുടരാൻ വേണ്ട സംവിധാനം ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യേണ്ടിയിരുന്നത്. അത് എന്ത് തർക്കത്തിൻ്റെ പേരിലാണെങ്കിലും, രാഷ്ട്രീയ തർക്കത്തിൻ്റെയോ ഗ്രൂപ്പ് തർക്കത്തിൻ്റെയോ വ്യക്തി തർക്കത്തിൻ്റെയോ പേരിലാണെങ്കിലും അതില്ലാതാക്കുക എന്ന് പറയുന്നത് വലിയൊരു കുറ്റമാണ്. തെറ്റാണെന്നല്ല, കുറ്റമാണ്. തീർച്ചയായിട്ടും, ഉറപ്പായും കുറ്റമാണെന്ന് ഞാൻ പറയാം. ഇങ്ങനെയുള്ളവരാണോ ജനപ്രതിനിധികൾ ആകേണ്ടതെന്നുള്ളത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അവിടെയാണ് പ്രശ്നം. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളാണോ? ഇപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ഒരു തീരുമാനത്തിന് നമുക്ക് എതിരുണ്ടാവും ചിലപ്പോൾ. തീർച്ചയായിട്ടും, ചിലപ്പോൾ എല്ലാ തീരുമാനവും എല്ലാവർക്കും യോജിച്ചോളും, ജനാധിപത്യമാണ്. ഞാൻ ആ തീരുമാനത്തിനെതിരെ എൻ്റെ റിട്ടേൺ ആയ സ്റ്റേറ്റ്മെൻറ്റും ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കൊടുക്കും. എന്നിട്ട് പറയും എനിക്കതിൽ വിയോജനക്കുറിപ്പുണ്ട്, എൻ്റെ വിയോജനക്കുറിപ്പ് നാളെ പബ്ലിഷ് ചെയ്യണം ഈ തീരുമാനത്തിൽ. പക്ഷേ ഭൂരിപക്ഷം തീരുമാനം ഞാൻ അംഗീകരിക്കും. തീർച്ചയായിട്ടും, അതിലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഭൂരിപക്ഷം തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു, ഒരു വിയോജനക്കുറിപ്പ് എൻ്റെ ഏറ്റവും കൊടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രശ്നം തീർന്നു. അതെ, ഞാനത് വളരെ കൃത്യമായി ഞാൻ വേണമെങ്കിൽ പത്രത്തിൽ കുറിപ്പ് കൊടുക്കാം. ഇങ്ങനെ നഗരസഭ തീരുമാനം എടുത്തിട്ടുണ്ട്, അതിലെനിക്ക് ഇന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ എൻ്റെ പാർട്ടി എനിക്കെതിരാവും. ആ വിയോജനക്കുറിപ്പ് നോട്ട് ചെയ്യുമല്ലോ, വിയോജനക്കുറിപ്പ് അവിടെ നോട്ട് ചെയ്യുക. അതാണ് ജനാധിപത്യം. തീർച്ചയായിട്ടും. ഒരു പക്ഷേ അതിൻ്റെ ദോഷം നാളെ വന്നാൽ എനിക്കത് പറയാം, ഞാൻ അന്ന് പറഞ്ഞതാണ് വിയോജനക്കുറിപ്പ് പറഞ്ഞാണ് നിങ്ങൾ. തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ മറ്റൊന്നുകൂടി ഉണ്ട് കേട്ടോ, കാക്കനാട് ഒരു മാർക്കറ്റ്, കാക്കനാട് ഷോപ്പിംഗ് കോംപ്ലക്സ് മാർക്കറ്റ്, അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഭരണസമിതി അത് നിർമ്മിച്ചു. അത് തുറന്നു കൊടുക്കാനായിട്ട് ഇതുവരെയും സാധിച്ചു. 4 കോടി ചില രൂപ മുടക്കിയതാണ്. എന്താ തടസ്സം പറയണമെന്ന് എനിക്കറിയില്ല. അതെന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല എന്നുള്ളത്. 4 കോടിക്ക് മുകളില് അതിന് മുടക്ക് മുതലുണ്ട്. അത് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ മുടക്കിയ മുതലിലും കൂടുതൽ ഇപ്പൊ തിരിച്ചു കിട്ടിയേ. അപ്പം അങ്ങനെയുള്ള ഒരു അത്തരം സ്ഥാപിത താല്പര്യങ്ങൾ തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ. അത് രാഷ്ട്രീയ താല്പര്യമാണോ അതോ? അവിടെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഏത് രാഷ്ട്രീയ കക്ഷിയായാലും ജനങ്ങൾക്ക് ഗുണകരമായൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് വന്നാൽ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ പണിതത് UDF ആവട്ടെ LDF ആവട്ടെ, എനിക്ക് അറിയാം മുമ്പ് തന്നെ ഇവിടെ പല സ്ഥാപനങ്ങളും പണിതിട്ടിട്ട് കുറെ കഴിഞ്ഞ് അനാഥമായി പോയ ഒരുപാട് സ്ഥാപനങ്ങൾ. 97, 2000, 2001 വരെ ഞാൻ ജനകീയാസൂത്രണത്തിലുണ്ടായിരുന്നു. അന്ന് വളരെ കാര്യക്ഷമമായി പണിതിട്ട പല സ്ഥാപനങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല, പോയി. ഇപ്പോൾ SC ഒരു പഠന കേന്ദ്രമാണ്. അത് എന്താ സംഭവിക്കണമെന്ന് നമുക്കറിയാം. സ്ത്രീകൾക്ക് വേണ്ടി ഒരു പ്രസ്സും സംഗതി ഉണ്ടാക്കി. അപ്പം അത് എവിടെയാണെന്നറിയില്ല, പ്രസ്സാണോ എന്താണെന്നറിയില്ല. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യക്ഷമമായി ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഇന്ന കാര്യങ്ങൾ നടന്നു, ഈ കൗൺസിൽ കഴിഞ്ഞ് അടുത്ത കൗൺസിൽ വരുന്നു, ഈ കൗൺസിലിൻ്റെ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നു, ഇന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം വേണ്ടി അടുത്ത കൗൺസിലിന് മാറ്റാം, ഒരു തെറ്റുമില്ല. കാരണം തെറ്റാണെങ്കിൽ. പക്ഷേ ശരിയാണെങ്കിൽ അത് നടപ്പിലാക്കാതിരിക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം. തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. ഈ തുകക്കാരൻ്റെ നമ്മുടെ നികുതി പണമല്ലേ, അവിടെയാണ് പ്രശ്നം. നമ്മുടെ നികുതി പണമാണെന്ന് മാത്രമല്ല, നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ വിഷയം. ഞാൻ തൃക്കാക്കരയിലെ കുടിവെള്ളം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ആലുവ വെള്ളത്തിനെ ആശ്രയിച്ച് തൃക്കാക്കരയ്ക്ക് അധികകാലം നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ശരി. കാരണം പെരിയാർ തന്നെ നശിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വളരെ മുമ്പേ പറയുന്നത്, തൃക്കാക്കര നഗരസഭ ശ്രമിച്ചാൽ ഒരു പക്ഷേ വാട്ടർ അതോറിറ്റിയുടെ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ആലുവ വെള്ളം എടുക്കാതെ തൃക്കാക്കരയിൽ കുടിവെള്ള വിതരണം നടത്താവുന്നൊരു സംഗതിയുണ്ട്. നമ്മുടെ കടമ്പറയാറും ശുദ്ധീകരിച്ച് സൂക്ഷിച്ചാൽ, എടപ്പള്ളി തോട് മുമ്പ് നല്ല വെള്ളം ഒഴുകിയിരുന്നതല്ല, സൂക്ഷിച്ചാൽ ഇപ്പോൾ മലിനമാണ്.
ഇത് രക്ഷപ്പെടുത്താൻ കഴിയും. എടപ്പള്ളിത്തോട് മലിനാണെന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, തീർച്ചയായിട്ടും കൊതുകിൻ്റെ പ്രശ്നമുണ്ട്, അല്ലേ? അവിടെ ഗതാഗതം എടപ്പള്ളിത്തോട് കൂടി വണ്ടി പോയിരുന്നില്ല, വെള്ളം പോയിരുന്നില്ല, സാധനം കൊണ്ടുവന്നിരുന്നത്. അതെ, തീർച്ചയായിട്ടും ഗതാഗതം ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ വളരെ ഗംഭീരമായി തൃക്കാക്കര വന്നിട്ടുണ്ട്. പക്ഷേ ആ മെട്രോ ട്രാൻസ്പോർട്ട് എനിക്ക് ആ തുതിയൂര് ഞാൻ ചെന്നപ്പോൾ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ മെട്രോ ബോട്ട് ഇങ്ങനെ പോണതാണ്, അവിടെ ഒരു ജെട്ടി പണിതിട്ടുണ്ട്, നല്ല ജെട്ടി ഉണ്ട്. ബോട്ട് എടുക്കൂല. ഇല്ല, അത് നേരത്തെ ബോട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഈ മെട്രോ വന്നപ്പോൾ അവിടെ കാണാനേ സാധിക്കും. ഇപ്പൊ അവിടെ നിൽക്കുന്ന ആള് കാണാം. ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ അടുത്തായിരുന്ന കുഴപ്പം? അതെന്താ പറയാ, അവിടെ കരിയിൽ കോളനി എന്ന് പറഞ്ഞ സാധാരണ ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ഈ മെട്രോ അടുത്തിട്ട് കാര്യമില്ല, അതായിരിക്കാം അവർ അല്ലല്ല, അതൊന്നും കാര്യമല്ല. അവിടെ നാളെ മെട്രോ വന്നാൽ കൂടുതൽ ആളുകളോട് താമസിക്കാൻ വരും. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഓരോ സ്ഥലത്ത് ആളുകൾ സെറ്റിൽ ആവുന്നത്? ഒരു ഗതാഗത സൗകര്യം വരുമ്പോഴാണ്, അല്ലേ? തീർച്ചയായിട്ടും ഗതാഗത സൗകര്യം വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ആളുകൾ സെറ്റിൽ ചെയ്യും. ഞാൻ അവിടുത്തെ പറയുന്നത് പഴയ അവിടെ തന്നെ വന്നാൽ മതി. അവിടുത്തെ ഒരു പ്രശ്നം എന്നോട് പറഞ്ഞു അവരത്, നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ബോട്ടായാലും മതി, ഞങ്ങൾക്ക് ഈ വലിയ AC മെട്രോ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുടിവെള്ള പ്രശ്നം ഇവിടെ ശരിക്കും കുറേ ടാങ്ക് പടുത്തുകൊണ്ടോ കുറേ പൈപ്പ് ഇട്ടുകൊണ്ടോ കുടിവെള്ള പ്രശ്നം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് അതിന് പരിഹാരം? അതിന് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൃക്കാക്കരയിലെ നല്ല ശുദ്ധജല സ്രോതസ്, ഇത് കടലോരമൊന്നുമല്ല, ആകെ ഉപ്പുവെള്ളം വരുന്നത് ആ കടമ്പറ മറ്റേ അവിടുന്ന് ഇപ്പുറത്ത് വരുന്ന കണ്ണിയാമ്പുഴ ആ സൈഡിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഈ കടമ്പറയാറിലെ വെള്ളം കൊണ്ട് നമുക്ക് ഇവിടുത്തെ കുടിവെള്ള സ്രോതസ് പ്രശ്നം പരിഹരിക്കാം. ഒരു 90%. അതായാലും മതി. അത് മതി. നമ്മൾ പഠനം നടത്തണം. ശരി. ഞാൻ പറഞ്ഞ തൃക്കാക്കര നഗരസഭ, ഞാനതിന് പറയാൻ കാരണം എന്താ വെച്ചാൽ ആലുവ വെള്ളം അധികകാലം ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം തന്നെ വല്ലപ്പോഴും ആഴ്ച, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വെള്ളം വരുന്നില്ല ഞങ്ങളുടെ അടുത്ത്. എനിക്ക് വരുന്ന വെള്ളമാണെങ്കിലും പൈപ്പ് പൊട്ടി പല സ്ഥലങ്ങളിലൂടെ പോകും. എൻ്റെ വീട്ടിൽ കിണറുള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ സമീപ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ വന്ന് വെള്ളം എടുക്കുക, വേറൊന്നുമല്ല, വെള്ളം വരുന്നില്ല. അപ്പോൾ ആലുവ വെള്ളത്തിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ പൈപ്പ് ഇട്ടാലും കൂടുതൽ ടാങ്ക് ഇട്ടാലും കിട്ടില്ല. ഞാനൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്കിവിടെ കുടിവെള്ള സ്രോതസ് പാലുവ എന്നുള്ള പമ്പിങ്ങിന് പകരം നമ്മൾ തൃക്കാക്കരയിൽ തന്നെ നമുക്ക് എത്ര കുളങ്ങളുണ്ട്, കുളങ്ങൾ സംരക്ഷിക്കാം, കിണറുകൾ സംരക്ഷിക്കാം, മറ്റേ പുഴ സംരക്ഷിക്കാം, തോട് സംരക്ഷിക്കാം. നമുക്കിപ്പോൾ ആകെ ഒരു ഓലിമുകൾ നമ്മൾ ഓലിമുകൾ ഒരു ടാങ്ക്, ആ ടാങ്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സംഭരണി നിർമ്മിച്ചതാണ്. ഇപ്പം എന്തോരം ഫ്ലാറ്റുകൾ, നിരവധി അമ്പരചുംബികളായിട്ടുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ തൃക്കാക്കരയിലുണ്ട്. IT നഗരമാണ്. ഇതൊക്കെ ആയിട്ടും നമുക്ക് നമ്മുടെ മൗലിക അവകാശമാണ് കുടിവെള്ളം. ആ കുടിവെള്ളം തരാൻ തന്നെ ഈ പറഞ്ഞ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം അടിയന്തരമായി. അവിടെയാണ് ദീർഘവീക്ഷണം എന്ന വാക്ക്. അതെ. അപ്പോൾ ദീർഘവീക്ഷണമുള്ള ആളുകൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മാലിന്യ പ്രശ്നം ഇപ്പോൾ തന്നെ തൃക്കാക്കര നഗരസഭയിൽ ജില്ലാ കളക്ടറേറ്റിന്റെ അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റല്, ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, ബസ് സ്റ്റാൻഡ്, സീപോർട്ട് എയർപോർട്ട് റോഡ്, അതിൻ്റെ നടുക്ക് തന്നെയാണ് ഇപ്പോൾ ഈ മാലിന്യം കൊണ്ടുവന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാലിന്യം നീക്കം നിലച്ചിരിക്കുകയാണ്. കാരണം അത് കൊടുത്തിരിക്കുന്ന ആള് കൊണ്ടുപോയി ഏതൊരു പറമ്പിൽ റബ്ബർ തോട്ടത്തിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുകയാണെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിക്കും. വലിയ ഗുരുതരമായ കുറ്റം. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഈ വാഹനം തടഞ്ഞു. അപ്പോൾ അതിനുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മാലിന്യ നീക്കം, ജൈവ മാലിന്യ നീക്കം നിലച്ചിരിക്കുകയാണ്. അപ്പം ഈ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാതെയാണ് നഗരസഭ ഇങ്ങനെയുള്ള ഏജൻസികളൊക്കെ ഏൽപ്പിക്കുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങൾക്ക് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? ഈ ഒരു ഇലക്ഷൻ്റെ സമയത്തെങ്കിലും നമ്മൾ കൃത്യമായിട്ടുള്ള നല്ല ജനപ്രതിനിധികൾ നഗരസഭയിലെത്താൻ, നമ്മൾക്ക് വേണ്ടി സേവനം നൽകാൻ പറ്റുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതായാലും സാറിനടുത്ത് തന്നെ ചോദിക്കാം, നമുക്ക് എങ്ങനെയാണ് മാലിന്യ സംസ്കരണം? യഥാർത്ഥത്തിൽ തൃക്കാക്കരയിലെ മാലിന്യ സംസ്കരണം ഞാൻ പറഞ്ഞില്ലേ 96, 97 അന്ന്, ഇപ്പം ഏതാണ്ട് 30 വർഷമായി ഇത് പഠിച്ച് അന്ന് തന്നെ നമ്മൾ കൊടുത്ത കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, അതിൽ ഏറ്റവും പ്രധാനം, ഇപ്പോൾ സർക്കാർ ഇപ്പോഴാണ് നയമായിട്ട് വന്നത്, നമ്മുടെ ജൈവ മാലിന്യങ്ങൾ 99% റോഡിൽ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, സംസ്കരിക്കാൻ പറ്റും.
ഫ്ലാറ്റുകൾ, വീടുകൾ, ഹോട്ടലുകൾ, ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഹോട്ടലിലെ ജൈവമാലിന്യം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു അടിമാലി വരെ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. എറണാകുളം നഗരത്തിൻ്റെ ഭാഗത്ത് അടിമാലിക്ക്. കാരണം പന്നി വളർത്തൽ കേന്ദ്രങ്ങൾ കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും പന്നി അതൊരു റീസൈക്ലിംഗ് ആണ്, ജൈവമാലിന്യത്തിൻ്റെ കൺവേർഷനാണ്. ഒരു വീട്ടിലെ ഇപ്പം എൻ്റെ വീട്ടിലെ മാലിന്യം ഇന്ന് വരെ 35 വർഷമായിട്ട് ഞാനൊരു കടലാസ് പോലും പുറത്തിട്ടില്ല. ഞാൻ ഇടുകയല്ലേ, ഒരു കാര്യം വേണ്ട. നല്ലൊരു മാതൃകയാണ്. എനിക്കിവിടെ ഇതുണ്ട്, ബയോഗ്യാസ് ഉണ്ട്. അത്ര 10-20 കൊല്ലമായി ബയോഗ്യാസ് വർക്ക് ചെയ്യുന്നു. അത് ശരി. 20 കൊല്ലമായി ബയോഗ്യാസ് വർക്ക് ഈ പറയുന്ന അതിനകത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറയുന്നു. ഒരു പ്രശ്നവുമില്ല. നമ്മൾ കുറച്ച് നമുക്ക് ഇഷ്ടം പോലെ ടോയ്ലറ്റിൽ പോണ പോലെ സെപ്റ്റി ടാങ്ക് ഉപയോഗിക്കണ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതല്ലല്ലോ. തീർച്ചയായിട്ടും ഇത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട സാധനമല്ലേ. നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന സാധനം ഇടാം, ഇന്ന സാധനം ഇടാൻ പാടില്ല. ഇനി അതിലിടാൻ പറ്റാത്ത സാധനം നമുക്ക് ഞാൻ ഒരു ജഡ്ജിയുടെ വീട്ടിൽ ചെയ്തു കൊടുത്തത്, പേര് ഞാൻ പറയില്ല, ഒരു ജഡ്ജിയുടെ വീട്ടിൽ ഞാനിത് ചെയ്തു കൊടുത്തു. ഈ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഞാൻ ആ ജഡ്ജിയോട് പറഞ്ഞു, സാർ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ചെയ്തു തരാം. അദ്ദേഹം പറഞ്ഞു, അയ്യോ എൻ്റെ വീട്ടിൽ അതിൻ്റെ സ്ഥലമില്ല. അദ്ദേഹം ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, 2 ഫ്ലാറ്റ് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഞാൻ പറഞ്ഞു, അങ്ങയുടെ വീട്ടിൽ ഞാൻ ചെയ്തു തന്നാലോ എന്ന് ചോദിച്ചു. ചെയ്തു തരാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ വൈഫ് നല്ല എഡ്യൂക്കേറ്റഡ് ആയൊരു ലേഡിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, മേഡം കൂടി സഹകരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് 20 ചട്ടി, പൂച്ചട്ടി പോലത്തെ 20 എണ്ണം. ഇനി ഞാൻ ചോദിച്ചു, പൂച്ചെടി വേണോ പച്ചക്കറി ചെടി വേണോ എന്ന് ചോദിച്ചു. 10 പൂച്ചെടി 10 പച്ചക്കറി ചെടി 20 ചട്ടിയിൽ മണൽ നിറച്ച്. അപ്പോൾ ആദ്യത്തെ തവണ ഇത്തിരി പൈസ ആയിരുന്നു. അതൊക്കെ അദ്ദേഹം പറഞ്ഞു, അതൊന്നും നിങ്ങൾ നോക്കണ്ട, പൈസയൊക്കെ ഞാൻ തന്നെ. അദ്ദേഹത്തിന് അതുണ്ട്. കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് ഞാൻ അവരുടെ മറ്റേ ഇതിൽ ബാൽക്കണിയിൽ ഞാനിത് വെച്ചു കൊടുത്തു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. വളരെ സിമ്പിളാണ്. ഈ പറഞ്ഞ പോലെ ഈ വെറുതെ പച്ച ബക്കറ്റ് ചുവന്ന ബക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലെ പച്ച ബക്കറ്റിലിടുക. എന്നിട്ട് പൊടിഞ്ഞ ചാണകം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പൊടിഞ്ഞ ചാണകത്തിൻ്റെ ടിന്നുണ്ട്. എന്നിട്ട് ഓരോ ദിവസവും ഒരു 15 മിനിറ്റ് പണിയുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ചെയ്താൽ ഈ റോട്ടിൽ ജൈവമാലിന്യം വരില്ല. തീർച്ചയായിട്ടും ഈ എല്ലാം കൂടി കെട്ടി, പ്ലാസ്റ്റിക്കും എല്ലാം കൂടി കെട്ടി റോട്ടിൽ എറിയില്ല. ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും സമൂഹത്തിന് നല്ലൊരു പരിസ്ഥിതി സ്നേഹി കൂടിയാകുമ്പോഴത്തേക്കും ഒരാൾ പ്ലാസ്റ്റിക് പുറത്തേക്ക് എറിയുന്നതോ അല്ലെങ്കിൽ മാലിന്യം പുറത്തേക്ക് തള്ളുന്നതോ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളല്ല. കുപ്പിവെള്ളം കുടിക്കില്ലെങ്കിൽ കുപ്പിവെള്ളത്തിൽ 70 മൈക്രോണ് അല്ല 70 ഇതിലുള്ള പ്ലാസ്റ്റിക് ഉണ്ട്. പല കുപ്പിവെള്ളം പരിശോധിച്ചു. FSSAI എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, ഫുഡ് സേഫ്റ്റി അഖിലേന്ത്യാ തലത്തിൽ. അവർ സംഘടന പരിശോധിച്ചു. ഇപ്പോൾ അവരെനിക്ക് അതിൻ്റെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഹൈക്കോടതി പോകാൻ കഴിയുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. കുപ്പിവെള്ളത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് ഇത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക. നാളെ നമുക്ക് ക്യാൻസറോ ഹൃദ്രോഗമോ വേറെ എന്തെങ്കിലും വന്ന് നമുക്കറിയൂ. കാരണം അത് കമ്പനി ഇടുന്നതല്ല, നമ്മുടെ വെള്ള സ്രോതസ്സിൽ ഉണ്ടെന്നീ പ്ലാസ്റ്റിക്. ഈ നമ്മൾ റോട്ടിലിടുന്ന സാധനം. ഇപ്പോൾ കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടു, എന്താ നമ്മളിട്ട പ്ലാസ്റ്റിക്കൊക്കെ റോട്ടിലേക്ക് വന്നില്ല, തിരിച്ചു വന്നു. പുഴയൊക്കെ തിരിച്ച് നമുക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് നമുക്ക് ഞാൻ പറഞ്ഞത് ഒരു കൗൺസിലർക്ക് സ്വന്തം വാർഡിൽ, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കൗൺസിലർ പറയുകയാണ്, എൻ്റെ വാർഡിൽ നിന്നും ഒരു ജൈവ മാലിന്യവും പുറത്തു പോവില്ല. എൻ്റെ ഇപ്പോൾ ഹരിത കർമ്മസേന വരുന്നുണ്ട്, പ്ലാസ്റ്റിക് അവരെന്താണെന്ന് എനിക്കറിയില്ല, അത് വേറെ കഥയാണ്. അതിന് തീ പിടിച്ച് വല്ല കുഴപ്പമുണ്ടാവുമെന്നറിയില്ല. നേരെ മറിച്ച് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുത്ത് ശാസ്ത്രീയമായി അത് സെഗ്രിഗേറ്റ് ചെയ്ത് ചെയ്യാം. ഈ പ്ലാസ്റ്റിക് ആഴ്ചയിൽ ഒരിക്കൽ എടുത്താൽ മതി, അത് ശരിയാ. ജൈവ അല്ലാത്ത മാലിന്യം ആഴ്ചയിൽ ഒരിക്കൽ എടുത്താൽ മതിയല്ലോ, അവിടെ കിടക്കുകയല്ലേ, അതെടുത്താൽ മതി. അതെടുത്ത് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാം, അത് സൗകര്യമായിട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ അതിൽ കുറേ പബ്ലിക്കും ഉണ്ട്, കൗൺസിലർമാർ, റെസിഡൻസ് അസോസിയേഷൻ. ഞാൻ പറഞ്ഞ റെസിഡൻസ് അസോസിയേഷനുകളുമായി ഞാൻ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും പോയി സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ ഒരു കാര്യം തീരുമാനിക്കുക, ഞങ്ങളുടെ ജൈവ മാലിന്യം പുറത്തു പോയില്ല, മറ്റുള്ളവർ കൊണ്ടിടുന്ന വേറെ, ഞങ്ങളിടില്ല എന്നൊരു റെസിഡൻസ് അസോസിയേഷൻ തീരുമാനിച്ചാൽ അത് നടപ്പാവും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് നമ്മൾ കൂടി തീരുമാനിക്കണം. അതായത് ജനപ്രതിനിധികൾ അവർ പോരായ്മകളുണ്ട്, അതെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അതോടൊപ്പം നമ്മളുടെ എല്ലാം കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ അല്ലെങ്കിൽ സഹകരണത്തിൻ്റെ കൂടിയാണ് ഈ പറഞ്ഞ മാലിന്യങ്ങൾ പൊതുനിരത്തിൽ തള്ളാതിരിക്കുകയും കൃത്യമായിട്ടുള്ള സംസ്കരണങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുക. അതിനുവേണ്ടി നമ്മൾ നഗരസഭയുമായി ബന്ധപ്പെട്ട സംവിധാനവുമായി നമ്മളെല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത്. ഏതായാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തൃക്കാക്കരയുമായി ബന്ധപ്പെട്ട പോരായ്മകളും എല്ലാം ചർച്ച ചെയ്തു. ഇതിനെ നമുക്കത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും?
ഇതാണ് ജനങ്ങൾക്കൊന്ന് അറിയേണ്ടത്. അല്ല, തീർച്ചയായിട്ടും. ഒന്ന്, സമഗ്ര വീക്ഷണമുള്ള ഒരു കൗൺസിൽ നമുക്കുണ്ടാവണം. അതാണ് ഒന്നാമത്തെ കാര്യം. തൃക്കാക്കരയെ മൊത്തമായി കാണണം. അവരുടെ 5 വർഷം മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു 50 വർഷത്തേക്ക് കൂടി കാണുന്നവരാവണം. എൻ്റെ 5 വർഷമല്ല. ഞാൻ 5 വർഷം കഴിഞ്ഞാൽ എൻ്റെ വാർഡ് വനിതാ വാർഡാവും, അല്ലെങ്കിൽ പുരുഷ വാർഡാവും, ഞാൻ മാറും എന്ന് പറയുന്ന രൂപത്തിലല്ല. ജനറൽ വാർഡായാൽ പിന്നെ എനിക്ക് കിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുന്ന വനിതയോ, സ്ത്രീ സംവരണമായാൽ പിന്നെ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന പുരുഷനോ ആവരുത് നമ്മുടെ കൗൺസിലിൽ വരുന്നത്. തീർച്ചയായിട്ടും. ഞാൻ 5 വർഷം ഇവിടെ ജീവിക്കുന്നു. ഞാൻ മാതൃകാപരമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ വയ്ക്കുന്നു. എനിക്ക് ചില കൗൺസിലർമാർ, ഇവിടെയല്ല, ചില നഗരസഭയിലെ ചില കൗൺസിലർമാരെ എനിക്കറിയാം. അവർ അടുത്ത 5 വർഷം അവർ ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളതല്ല. പക്ഷേ അവരെവിടെ നിന്നാലും ജയിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. അവർ ഏത് വാർഡിൽ നിന്നാലും ജയിക്കും. കാരണം അവരുടെ വാർഡിൽ സമഗ്രമായി ഞാൻ എൻ്റെ വീക്ഷണം നടപ്പാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒരു നഗരസഭ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ കൗൺസിലറോട് ഞങ്ങളുടെ വാർഡിൽ ഒന്ന് മത്സരിക്കുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ചോദിച്ച അനുഭവം. അത് ശരി. മറ്റേ വാർഡിലായ അദ്ദേഹം മത്സരിച്ച് ജയിച്ച വാർഡിൽ റെസിഡൻസ് അസോസിയേഷനുകളും ഈ മറ്റേ സന്നദ്ധ സംഘടനകളും മറ്റ് പൊതുപ്രവർത്തകരെയും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോയി കക്ഷി രാഷ്ട്രീയം വിട്ട്, അദ്ദേഹം ഒരു പാർട്ടിക്കാരനാണ്, അതൊന്നുമല്ല പ്രശ്നം, ഒരു പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ എതിർ പാർട്ടിക്കാരും വരും. കാരണം വേറെ ഒന്നുമില്ല, കാര്യം നടക്കുന്നുണ്ട്, സംഭവം നന്നായി നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കൗൺസിൽ നമ്മൾ ഒരു ഭാവനയിൽ കാണുകയാണ്. അത് എത്രത്തോളം നടക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞാൻ തൃക്കാക്കരയിലെ ഒരു പ്രധാന പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത്, ഇവിടുത്തെ യുവാക്കൾക്ക് താമസിക്കാനുള്ള സൗകര്യം 2 തരത്തിൽ. ഒന്ന്, നമ്മുടെ നാട്ടുകാരായി ഇവിടെ ജോലിക്ക് വരുന്നവർ. 2, അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന്. ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവരുടെ ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. തൃക്കാക്കര നഗരസഭയ്ക്ക് വേണമെങ്കിൽ, ഞാൻ പറയുന്നത് വേണമെങ്കിൽ, ഇപ്പോൾ ചുരുങ്ങിയത് IT-ക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ ഒരു വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലുണ്ട്. വളരെ കുറച്ച് പേരെ അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു 10 വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ ഉണ്ടാക്കി തൃക്കാക്കര നഗരത്തിലേക്ക് പറ്റും. നമുക്കൊരു ഷീ ലോഡ്ജ് വേണ്ടല്ലേ? ഷീ ലോഡ്ജ് വേണം. അതാ ഞാൻ പറഞ്ഞു, ആയിരിക്കാം പറഞ്ഞേ. ഷീ ലോഡ്ജ് എന്തു സൗകര്യമാണ് എറണാകുളത്ത് നഗരത്തിലുള്ളത്. ഷീ ലോഡ്ജ്, ഞാനവിടെ പല കാര്യങ്ങൾക്കും പല സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സ്ത്രീകൾക്ക് താമസിക്കാനൊക്കെ സൗകര്യം ഞാനവിടെ മേയറെ പോയി കണ്ടപ്പോൾ അത് അവരുടെ കൗൺസിലറൊക്കെ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തൃക്കാക്കരയിലില്ല? അതാണ്, തൃക്കാക്കരയാണ് എറണാകുളത്തിനേക്കാൾ കൂടുതൽ ഷീ ലോഡ്ജ് വേണ്ട സ്ഥലം. ഞാൻ വിചാരിക്കും സ്വദേശികളും വിദേശികളായിട്ടുള്ള ആളുകൾ കൂടിയുണ്ട്. അപ്പോൾ ഷീ ലോഡ്ജ് പോലെ പബ്ലിക്കായി ഇവർക്ക് താമസിക്കാൻ കഴിയുന്നത് പോലെ ജയിലാവരുത്. ഞാൻ പറഞ്ഞത് നല്ല ലോഡ്ജുകൾ നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഇപ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് പലരും ജീവിക്കണേ. തീർച്ചയായിട്ടും അത് ഒന്ന് മാറ്റി കുറച്ചുകൂടി സൗകര്യപ്രദമായി കുറച്ച് കളിക്കാനുള്ള സ്ഥലവും മറ്റ് പബ്ലിക്, ഇപ്പോൾ എനിക്കറിയാം എൻ്റെ വീടിന് ചുറ്റുമുള്ള വീടുകളിലൊക്കെ തന്നെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അതിനൊരു പരിഹാരം. പിന്നെ മൂന്നാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ തൃക്കാക്കരയിലെ ജലഗതാഗതം മെച്ചപ്പെടുത്തണം. ശരി, തൃക്കാക്കരയിൽ ജലഗതാഗതത്തിന് വലിയ സാധ്യതയുണ്ട്. ടൂറിസം, അതേ മതി ജലഗതാഗതം. ഇപ്പം തന്നെ മറ്റേ ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ കടമ്പ്രയാറിൻ്റെ ടൂറിസം ഒരു പദ്ധതി വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഉപരിപ്ലവ ടൂറിസമാണ്. ഒരു നാട് നന്നായിട്ട് ആളുകൾ കാണാൻ വരുന്നതല്ല, ഒരു പ്രത്യേക ദൃശ്യം കാണാൻ ആളുകൾ വരുന്ന അതുപോലെ. ഈ നാട് നല്ല നാടാണ്, ഇപ്പോൾ വൃത്തിയുള്ളൊരു നാടാണെങ്കിൽ അവിടെ ടൂറിസ്റ്റുകൾ വരും. തീർച്ചയായിട്ടും. നമുക്ക് വൃത്തിയില്ല, സത്യം പറയാമല്ലോ. തൃക്കാക്കര വൃത്തിയുള്ളൊരു പട്ടണമല്ല. അതിപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റും മാലിന്യവും നായും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പം എനിക്ക് തോന്നുന്നു അതിനൊരു പറ്റിയൊരു സ്ഥലം നമ്മുടെ കടമ്പ്രയാറില്ലേ. ഇപ്പം മെട്രോ ചിറ്റേതേരയിൽ വന്ന് അവസാനിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ ചിത്രപ്പുഴയുടെ സൈഡിലൂടെ വന്നാൽ ഇൻഫോ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എത്താൻ സാധിക്കും. അത് അവിടുന്ന് ക്രോസ് ചെയ്താൽ നേരെ പുറവങ്കര ഫ്ലാറ്റ് അത്താണി ഭാഗത്തേക്ക് ആ തോടിൻ്റെ സൈഡിലൂടെ ഗെയിലിൻ്റെ പൈപ്പും പോകുന്നുണ്ട്. അതുവഴി ഒരു നല്ല നടപ്പാതയും ഇരിക്കാനുള്ളതും ചെറിയ എന്തോ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ കാര്യങ്ങൾ. അപ്പോൾ അത് നടക്കാൻ ഇപ്പൊ അറിയാം, ഈ മെയിൻ റോഡിലൊന്നും ഇറങ്ങി നടക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് നടക്കാൻ മെയിൻ റോഡ് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് ഇവിടെ നിങ്ങൾക്ക് നടക്കാൻ പറ്റും. ഞാൻ ദിവസവും രാവിലെ നടക്കുന്ന ആളാണ്. രാവിലെ ഏറ്റവും വാഹനം കുറഞ്ഞ സമയത്ത് നടക്കുന്ന ആളാണ്. എന്നിട്ട് പോലും നടപ്പാതയില്ല. പല സ്ഥലത്തും നടപ്പാതയില്ല. പ്രത്യേകിച്ചും മറ്റേ ജില്ലാ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി ആ ഏരിയയിലൊക്കെ ഉണ്ടാകും, സഹകരണ ആശുപത്രി, അവിടെയൊന്നും നടപ്പാതയില്ല. അത്യാവശ്യമാണ്. നടപ്പാതയില്ലെങ്കിൽ വളരെ ഡേഞ്ചറസുമാണ്. തീർച്ചയായിട്ടും. കാരണം ഒരുപാട് വലിയ വലിയ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഈ ടാങ്കറും ബസ്സുകളും
പിന്നെ പ്രൈവറ്റ് ബസ്സും അവർക്കൊന്നും ഒരു നിയന്ത്രണവും ഇല്ല, അവരങ്ങ് കത്തിച്ചു വിടുക. അപ്പോൾ നടപ്പാത ഉണ്ടാവണം. പിന്നെ ഇപ്പം നമ്മുടെ ആ സിഗ്നൽ ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ സിഗ്നൽ ജംഗ്ഷൻ ഞാൻ അന്നത് ചിലർ ആവശ്യപ്പെട്ടതാണ്. സിഗ്നൽ ജംഗ്ഷൻ ശരിക്കും റൗണ്ട് അബൌട്ട് ആയിട്ട് തന്നെ വരണം. അവിടെ റൗണ്ട് അബൌട്ട് വേണം, അത് നിർബന്ധമായും റൗണ്ട് അബൌട്ട് വേണം. കാരണം അത്രയും റോഡ് അങ്ങോട്ടും ക്രോസ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം ചെയ്തില്ലെങ്കിൽ കുഴപ്പം എന്താ വെച്ചാൽ മെട്രോയുടെ പണി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു അണ്ടർപാസ് ഒന്നും അല്ലായിരുന്നു. അണ്ടർപാസിനേക്കാൾ നല്ലത് അണ്ടർപാസ് ഇവിടെ പണിയാതിരിക്കാൻ നല്ലത്. കാരണം മഴ പെയ്താൽ വെള്ളം കയറും. ഇല്ല, അവിടെ സീപോർട്ട് എപ്പോഴും ഇത്തിരി താന്നും ഹൈറ്റും ഉള്ളതുകൊണ്ട് രണ്ടും പരിഗണിക്കാൻ പറ്റും. അല്ല, എനിക്ക് റൗണ്ട് അബൌട്ട് ഞാൻ പറയാൻ കാരണം റൗണ്ട് അബൌട്ട് ട്രാഫിക് ഫ്രീ ആണ്. പിന്നെ ഗവൺമെന്റ് ഭൂമിയാണ് ചുറ്റും. അതെ, റൗണ്ട് അബൌട്ട് വന്നാൽ ട്രാഫിക് എക്കാലത്തേക്കും ഫ്രീ ആയിട്ട് പോകും. സിഗ്നൽ വേണ്ട. അതാണ് പ്രത്യേകിച്ച് ഈ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഇപ്പോൾ 4 വരിയാക്കുകയാണെങ്കിൽ ആക്കൂലോ. 4 വരിയാക്കിയാൽ പിന്നെ അവിടെ നിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സീപോർട്ട് എയർപോർട്ട് 4 വരിയാക്കുന്ന പദ്ധതി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ റൗണ്ട് ഔട്ട് ഇപ്പോൾ ചേരാനെല്ലൂരൊക്കെ റൗണ്ട് അബൌട്ട് വരുന്നുണ്ട്, ബട്ടർഫ്ലൈ എന്തോ പേരൊക്കെയാണ്. ഞാൻ പറഞ്ഞ ട്രാഫിക് മുറിയാതെ പോകാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് വരുന്നവർക്ക് അവിടെ തടസ്സം, അവിടുന്ന് വരുന്നവർക്ക് ഇവിടെ തടസ്സം. അവിടെ ഈ പറഞ്ഞ മാതിരിയാണ്, നമ്മുടെ വയറ്റിലെ പോലെയാണ്, എല്ലാ സൈഡിൽ നിന്ന് എല്ലാ സൈഡിലേക്കും പോകും. തീർച്ചയായിട്ടും തെക്ക് വടക്ക് പോകും, കിഴക്ക് പടിഞ്ഞാറ് പോകും, തെക്ക് പടിഞ്ഞാറ് പോകും, വടക്ക് പടിഞ്ഞാറ് പോകും, ഒക്കെ പോകും. അപ്പോൾ അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനായി തൃക്കാക്കരയിൽ വികസിപ്പിക്കണം. അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഈ റൗണ്ട് ബോട്ട് പറഞ്ഞത് കാക്കനാട് ഇപ്പോൾ കളക്ടറിൻ്റെ അടുത്തുള്ള സിഗ്നൽ ജംഗ്ഷൻ, അതിനോട് തൊട്ടടുത്താണ് കാക്കനാട് സ്റ്റേഷൻ അല്ലെങ്കിൽ സിവിൽ സ്റ്റേഷൻ, മെട്രോ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ഇപ്പം 5 or 6 ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ആളുകൾ മുഴുവനും ഈ മെട്രോയ്ക്ക് വന്നാൽ അതൊരു പോയിന്റിൽ വന്ന് ഇറങ്ങും. ഈ കളക്ടറിന്റെ തൊട്ടടുത്തുള്ള ഈ പറഞ്ഞ റൗണ്ട് ബോട്ടിന്റെ തൊട്ടടുത്തായിരിക്കും. അപ്പോൾ അവിടെ വരുന്ന ഈ ട്രെയിൻ വന്ന് ഇറങ്ങുന്ന ആളുകൾ, അവരെ എടുക്കാന് കയറാന് എല്ലാ ആളുകളും അവിടെ വരുന്നു, വാഹനങ്ങൾ വരുന്നു, പാർക്കിംഗ് സൗകര്യം, ഇതിനുള്ള സൗകര്യം ഇപ്പം നിലവിലൂടെ ഉണ്ടോ എന്നുള്ളത്. അല്ല, മെട്രോ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ പാർക്കിംഗ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മെട്രോ സ്റ്റേഷൻ കൊണ്ട് ഗുണമില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ ആളുകൾ എന്തിനാണ് നമ്മൾ മെട്രോ കൊണ്ടുവരുന്നത്? മെട്രോയിൽ വരുന്നത് എന്തിനാണ്? വേറെ വാഹനം ഉപയോഗിക്കാതിരിക്കാൻ. അതെ അല്ലേ? അല്ലെങ്കിൽ മെട്രോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയും. അതെ, അതിന് കഴിയാത്ത സ്ഥലങ്ങളിൽ മെട്രോ പണിതാൽ അത് വലിയ ദുരന്തമാവും. കാരണം ഇപ്പോൾ പ്രത്യേകിച്ചും കളക്ടറേറ്റ് അവിടെ സ്ഥിരമായി വന്നു പോകുന്ന ആളുകൾ, യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവിടുന്ന് പിന്നെ കിഴക്കോട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകൾ ഇവിടെ വാഹനം വെച്ചിട്ട് പോകും. അതെ, തീർച്ചയായും ഒരുപാട് പേര് ഇപ്പോൾ കിഴക്കമ്പലത്തു നിന്നുള്ളവരും. അപ്പോൾ എല്ലാവരും ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് അതാണ്. അല്ല, അത് വേണമല്ലോ, അവിടെ വരും. അതിനുള്ള സൗകര്യം ഒരുക്കണം. യെസ്, അതിനുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. ഈ റൗണ്ട് അബൌട്ടൊക്കെ ഉണ്ട്. ഗുണം എന്ന് വെച്ചാൽ വാഹനം പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സൗകര്യമുണ്ട്. റൗണ്ട് അബൌട്ടിൻ്റെ താഴെ നല്ല നമ്മുടെ മെട്രോ റോഡിന്റെ തന്നെ കണ്ടിട്ടില്ലേ, മെട്രോയുടെ താഴെ പാർക്ക് ചെയ്യാൻ ശരിക്കും സൗകര്യമുണ്ട്. നമ്മൾ വേണ്ടത്ര ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ചില സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല, വേണ്ട സ്ഥലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതങ്ങനെ പാർക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്, ഉണ്ടാവണം. അതിനും പുറമെ ഒരു നല്ല പബ്ലിക് ടോയ്ലറ്റ് ഇല്ലല്ലോ. അല്ല, കുറച്ച് ചിലതൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാവും. വെള്ളം ഉണ്ടാവില്ല, വൃത്തി ഉണ്ടാവില്ല, നമുക്ക് നോക്കാൻ ആളുണ്ട്, പരിപാലനം ഇല്ല. ഉദ്ഘാടനം കഴിയും. ഉദ്ഘാടനം കൊണ്ടൊരു കാര്യമില്ല. ഉദ്ഘാടനം ആ ദിവസം തന്നെ പോയിണ്ടാവില്ല, കാരണം പോയാൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, എല്ലാ കാലത്തും സ്ത്രീകളുടെ സംഘടനകൾ, എനിക്ക് 96 മുതൽ അറിയാം പബ്ലിക് ടോയ്ലറ്റ്, നല്ല പബ്ലിക് ടോയ്ലറ്റ് വേണം എന്ന്. അപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്, നന്നായി സംരക്ഷിക്കപ്പെടുന്ന പബ്ലിക് ടോയ്ലറ്റ് നമുക്കുണ്ടാവണം. നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ടോയ്ലറ്റ് പോലും നല്ലതല്ല. തീർച്ചയായും കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ടോയ്ലറ്റ് നന്നാക്കാൻ എന്താ കുഴപ്പം? കമ്മ്യൂണിറ്റി ഹാള് തന്നെ ഞാനിപ്പോൾ പറയുന്നത്, എനിക്ക് യഥാർത്ഥത്തിൽ തൃക്കാക്കരയിൽ ഇങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണെന്ന് കണ്ടെങ്കിൽ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഇതിനേക്കാളൊക്കെ ചെറിയ നഗരസഭയിൽ എത്ര ഗംഭീരമായ കമ്മ്യൂണിറ്റി ഹാളുകൾ വേണമെന്ന് പറയും. വലിയ കമ്മ്യൂണിറ്റി ഹാളുകൾ. ഇവിടെ വരുമാനം കൂടുതലാണ്. വരുമാനം കൂടിയിട്ട് അതാ കാരണം അവിടെ വരുമാനം കൂടിയാൽ പണിയല്ല, സ്ഥലമുണ്ട് അവർക്ക്. ഞാൻ പറഞ്ഞപ്പോൾ കമ്മ്യൂണിറ്റി ഹാൾ, അതുപോലെയുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ മാലിന്യ സംസ്കരണ സംവിധാനം വയ്ക്കാം. നമുക്കവിടെ വാച്ച്മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇതൊന്നും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല അവിടെ. ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹാളിൽ നാളെ ഒരു ഫംഗ്ഷൻ നടന്നാൽ അതിൻ്റെ മാലിന്യം പുറത്തു പോകില്ല, ജൈവ മാലിന്യം അവിടെ. ഇത് ഇങ്ങനെ ദീർഘവീക്ഷണം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. ഇത് ദീർഘവീക്ഷണമാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. ഇപ്പോൾ IMG ജംഗ്ഷൻ തന്നെ, IMG ജംഗ്ഷൻ ഇപ്പോൾ ഒരുമാതിരി അലവലാതി ജംഗ്ഷൻ, ആർക്ക് മേലെ എങ്ങടെ പോകണമെന്ന് ഒരു പിടിയില്ലാത്തൊരു ജംഗ്ഷൻ. അവിടെ കഴിഞ്ഞ ദിവസം ഒരു MLA ഫണ്ടിൽ നിന്ന് ഒരു ഓപ്പൺ ജിം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടു. ആ ഓപ്പൺ ജിം ശരിക്കും പാർക്കുകളുടെ അകത്താണ്, തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്. ആ പാർക്കിനകത്ത് ഈ ഓപ്പൺ ജിം വയ്ക്കാനുള്ള സൗകര്യമുണ്ട്. അതിനകത്ത് ഇരിക്കേണ്ട ആളുകൾ മുഴുവനും ഇപ്പൊ തെരുവിലേക്ക് ഇറങ്ങിക്കാണ്. അവിടെ ഒന്നാമത്തേന് അവിടെ അപകട മരണങ്ങളൊക്കെ സംഭവിക്കുന്ന ഏരിയ. ഞാൻ ഈ ഓപ്പൺ ജിം വളരെ നല്ലൊരു സംഗതിയാണ്. അത് പാർക്കിനകത്തായി. അപ്പം അതിപ്പോൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. പല സ്ഥലത്തും ഓപ്പൺ ജിം ഇപ്പോൾ മറ്റേ നമ്മുടെ EMS ലൈബ്രറിയുടെ മുമ്പ്
ഓപ്പൺ ജിം വന്നു. അത് നല്ലതാ. അതെ, ഇവിടെ തൊട്ടടുത്ത് ഒരു കുളമുണ്ട്. ആ കുളം വലിയ ഫൈറ്റ് ചെയ്ത് മേടിച്ചത് ഇവിടെ കുറച്ച് ആളുകൾ. വെച്ചാൽ കയ്യേറിപ്പോയ കുളം തിരിച്ചു പിടിച്ച് നല്ല കുളം, എരുമോളം എന്ന് പറഞ്ഞു. അതിന് ചുറ്റും ഇപ്പോൾ ഹൈബീഡിൻ്റെ ആണെന്ന് തോന്നുന്നു, എംബിയുടെ ഇവിടെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതാണ്, അതൊക്കെ നല്ല കാര്യമാണ്. അതിപ്പോൾ ആ കുളം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ആ കുളത്തിൽ ഞാൻ രാവിലെ പോകുമ്പോൾ ആളുകൾ കുളിക്കുന്നുണ്ട്. ആളുകൾ കുളിക്കാൻ തുടങ്ങിയ കുളം നന്നാവും. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെയുള്ളതെല്ലാം വേണം, ഇതെല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യുന്ന ഇപ്പം ഞാൻ സൂചിപ്പിച്ചത് ആ IMG ജംഗ്ഷനിൽ അത്രത്തോളം ട്രാഫിക് ഒരുക്കുള്ള IT മേഖലയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ തന്നെ അവിടെ ഇപ്പം നാറ്റ്പാക്ക് സ്റ്റഡി ചെയ്തിരുന്നു. 3 ഓപ്ഷൻ കൊടുത്തു അവിടെ. ആ ജംഗ്ഷൻ എങ്ങനെ ചെയ്യണം, റൗണ്ട് അബൌട്ട് ആണോ, ഒരു ഓവൽ ഷേപ്പാണ് അവർ ചെയ്യുന്നത്. ആ ഓവൽ ഷേപ്പ് ചെയ്തിട്ടുള്ള ആ ഡിസൈനിന് നടുക്കാണ് ഈ ഇപ്പം വെച്ചിരിക്കുന്ന ഈ ജിം ഇരിക്കുന്നത്, ഓപ്പൺ ജിം ഇരിക്കുന്നത്. അന്ന് തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്, അതിനകത്ത് ചെയ്യാം, അവിടെ ചെയ്യാം, അവിടെ വെച്ചാൽ മതി. പക്ഷെ മാവേലിപുരത്ത് ചെയ്തേക്കണത് വളരെ നല്ലതാണ്. ഒരു ഒതുങ്ങി സൈഡില് ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയയിലാണ്. ഇപ്പൊ പല സ്ഥലത്ത് ഓപ്പൺ ജിം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ അതിൽ ദീർഘവീക്ഷണത്തോടെ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇപ്പോൾ ഇടച്ചർച്ച എന്നാൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു നമ്മൾ പറയേണ്ട വെച്ചിട്ട്. അങ്ങനെ വന്നാൽ നമുക്ക് ഒരു നല്ല തൃക്കാക്കര, ആളുകളെ ആകർഷിക്കുന്ന ഒരു തൃക്കാക്കര. ഇപ്പം ആളുകൾ പണി കിട്ടാൻ വേണ്ടി മാത്രം തൃക്കാക്കരയ്ക്ക് വരിക. ഇപ്പം ഞാനിപ്പോൾ കേരളത്തിൽ എൻ്റെ പല ഭാഗത്ത് സഞ്ചരിക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആളുകൾ പറയും എൻ്റെ മകൻ ബാംഗ്ലൂരുണ്ട്, മകൾ ബാംഗ്ലൂരുണ്ട് എന്നൊക്കെ പറയും. ഇപ്പോൾ 90% ആളുകളും എൻ്റെ ഒരു മോൻ്റെ ഭാര്യ തൃക്കാക്കരയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മകൾ തൃക്കാക്കരയുണ്ട് കേട്ടോ എന്ന് പറയും. അവർ തൃക്കാക്കരയുണ്ട് കാരണം ഒരു IT സംഗതിയായിട്ട് വന്നിട്ട് നല്ല എഡ്യൂക്കേഷനുള്ള ആളുകൾ, നല്ല വരുമാനമുള്ള ആളുകൾ ഇതൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ എല്ലാവരും ഇപ്പം പറഞ്ഞ വിദേശത്തൊക്കെ പല രാജ്യങ്ങളിലും പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരുപാട് ആളുകൾ തൃക്കാക്കരയുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളുടെ ഈ പറഞ്ഞ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി അവരെ കൂടി ചേർത്ത് അവരൊക്കെ ഒരു സേവനമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെയൊക്കെ ചേർത്ത് നിർത്തി തൃക്കാക്കരയുടെ പൊതുവായിട്ടുള്ള വികസനവും പോരായ്മകളൊക്കെ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് വേണ്ടത്. നമുക്ക് തന്നെ അറിയാം, ഒരു നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഇപ്പോഴും ഇല്ല. അതുപോലെ തന്നെ തൃക്കാക്കര നഗരസഭയ്ക്ക് ഒരു സ്ട്രക്ചർ പ്ലാൻ ഉണ്ട്. അത് 2007 മെയ് 31 വന്ന ഒരു സ്ട്രക്ചർ പ്ലാനാണ്. ആ സ്ട്രക്ചർ പ്ലാൻ അതിനകത്ത് DTP സ്കീമുണ്ട്. അതായത് പാലാരിവട്ടം DTP സ്കീമുണ്ട്, പാട്ടുപുരക്കൽ DTP സ്കീമുണ്ട്. പാട്ടുപുരക്കൽ DTP സ്കീം 1960 കാലഘട്ടത്തിൽ ഡിസൈൻ ചെയ്തതാണ്. അത് 70 കാലഘട്ടത്തിലാണ് പാലാരിവട്ടം സ്കീം വരുന്നത്. 2007 സ്ട്രക്ചർ പ്ലാൻ വരുന്നത്. അപ്പോൾ അന്ന് ഓരോ 5 വർഷം കൂടുമ്പോൾ പുതുക്കണമെന്നാണ് ചട്ടം. നമ്മുടെ ഈ പറഞ്ഞ സ്ട്രക്ചർ പ്ലാനുകൾ ഇങ്ങനെയുള്ള ഇതെല്ലാം വരുമ്പോൾ 5 വർഷം കൂടുമ്പോൾ അത് പുതുക്കണം. ഇന്ന് വരെ പുതുക്കിയിട്ടില്ല. എത്രത്തോളം നമ്മൾ മാറി, അയ്യോ എന്ത് വ്യത്യാസമാണ് കഴിഞ്ഞ 10 ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്ട്രക്ചർ പ്ലാനിൽ അല്ലെങ്കിൽ നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനൊക്കെ ആയിട്ട് ഈ പറഞ്ഞ ജനപ്രതിനിധികളാണ് മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാൻ കഴിവും പ്രാപ്തിയില്ലാത്ത ആളുകളാണോ നമ്മുടെ നഗരസഭ? ഞാൻ കഴിവിൻ്റെ പ്രാപ്തിയേക്കാളും കൂടുതൽ തയ്യാറാണോ എന്നുള്ളതാണ്. അതെ, കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ്. ഇപ്പം എനിക്ക് അറിവുണ്ടായിക്കൊള്ളുന്നത് ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മൈന ഇവിടെ പ്രസിഡൻ്റായിരുന്ന PVK മൈന പ്രസിഡന്റ്, ഞാനന്ന് ഈ ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗം. അദ്ദേഹം അത്ര അറിവുള്ള ആളൊന്നുമല്ല, അത്ര വലിയ വിദ്യാഭ്യാസമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയായിരുന്നു, അറിവുള്ളത് ആർക്കാന്നറിയായിരുന്നു. അത് മതി. ഇപ്പം അറിവുള്ള ഇപ്പം മുഖ്യമന്ത്രിക്ക് ലോകത്തുള്ള മുഴുവൻ വിവരം അറിയണമെന്നില്ല. മുഖ്യമന്ത്രി അറിയേണ്ടത് എന്താ, ഇയാൾക്ക് ഈ കാര്യം അറിയാം, എന്നാൽ അയാളെ ധരിപ്പിക്കുക, അത്ര മതി. എന്നിട്ട് അയാളെ മോണിറ്റർ ചെയ്യുക, അയാൾ തെമ്മാടിത്തരം ചെയ്യാണ്ട് മോണിറ്റർ ചെയ്യുക. അപ്പോൾ അതാണ് ഭരണകർത്താവിന് ആവശ്യം. ഇപ്പോൾ എല്ലാ ഭരണകർത്താക്കളും മാലിന്യ സംസ്കരണത്തെക്കുറിച്ചോ കുടിവെള്ളത്തെക്കുറിച്ചോ റോഡ് ഗതാഗതത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ അറിഞ്ഞോളണമെന്നില്ല. തീർച്ചയായിട്ടും. പക്ഷേ അറിവുള്ളവരെ കണ്ടെത്തി ആ ചുമതല ഏൽപ്പിച്ച് അത് ഭംഗിയായി നടത്തുന്നു എന്ന് തീരുമാനിക്കലാണ് ജനപ്രതിനിധി. അത് ഉറപ്പാക്കുക, അത് കമ്മിറ്റ്മെന്റിന്റെ ഭാഗം. അത് അറിവിനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള ആളുകൾ, ആ കമ്മിറ്റ്മെന്റ് ആണ് നമുക്കിവിടെ ഇല്ലാതെ പോകുന്നത് പലപ്പോഴും. അതിനേക്കാൾ എൻ്റെ ചില താല്പര്യങ്ങൾ, അത് രാഷ്ട്രീയമാവാം, വ്യക്തിയാവാം, ഗ്രൂപ്പാവാം, ആ താല്പര്യങ്ങൾ ഈ കമ്മിറ്റ്മെന്റിന്റെ മീതെ വരുമ്പോൾ നമ്മുടെ സാധനം പരാജയപ്പെടും. തീർച്ചയായിട്ടും നമ്മളായാലും അങ്ങനെയല്ല. അതെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾക്ക് ചേർത്ത് നിർത്തി അവരെയൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ഒഴിവാക്കി ജനങ്ങൾക്ക് സേവനമൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നേരത്തെ സ്ട്രക്ചർ പ്ലാനിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. ഈ ഇവിടെ ഗ്രീൻ സോൺ വന്നിട്ട് സ്ട്രക്ചർ പ്ലാൻ ഉണ്ട്.
ആ സ്ട്രക്ചർ പ്ലാനിൽ ഇപ്പോൾ ഒരു 3 സെൻറ്റുകാരൻ ഒരു ആള് ഒരു നിവൃത്തി ചിലപ്പം ഫ്രീ ആയിട്ട് കൊടുത്തായിരിക്കും വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആൾ സ്ഥലം കൊടുത്താലും ആ 3 സെൻറ്റിൽ 1.5 സെൻറ്റിൽ മാത്രമേ കെട്ടിടം പണിയാനായിട്ട് അനുമതി കിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം തൃക്കാക്കര നഗരസഭയിൽ ഒരു ലേഡി ഒരു 3 സെൻറ്റ് സ്ഥലം, അത് സ്വർണ്ണമൊക്കെ പണയം വെച്ചാണ് അവരത് വാങ്ങി നഗരസഭയിൽ വന്ന് പ്ലാൻ കൊടുക്കാനായിട്ട് അവിടെ കൊടുത്തപ്പം അവർ സാധാരണ ഒരു 2 ബെഡ്റൂമുള്ള ഒരു സാധാരണ ഒരു വീട് ഡിസൈൻ ചെയ്തു. അപ്പോൾ അത് വന്നപ്പോൾ അതിനകത്ത് പണിയാൻ സാധിക്കില്ല. കാരണം 50% കവറേജ് കിട്ടുള്ളൂ. അതായത് 3 സെൻറ്റാണെങ്കിൽ 1.5 സെൻറ്റിൽ പണിയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പണിയാൻ പെർമിറ്റ് 600 സ്ക്വയർ ഫീറ്റ്. അതെ. പിന്നെ താഴത്തൊരു വീട് മുകളിലൊരു വീടും കൂടി വെച്ചിട്ട് ലോൺ എടുത്താൽ തിരിച്ചടക്കാൻ വേണ്ടി ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അവർക്ക് മുകളിലേക്ക് വേറെ വീടിൻ്റെ നമ്പർ കിട്ടില്ല, ഒരു വീടിൻ്റെ നമ്പർ കിട്ടുള്ളൂ. അപ്പം സാധാരണക്കാരന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിലവിലുള്ള സ്ട്രക്ചർ പ്ലാനുകൾക്കൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ജനപ്രതിനിധികൾ നഗരസഭാ പ്രതിനിധികളും അതുപോലെ MLA ഒക്കെയാണ് ഇതിനകത്ത് ഇടപെട്ട് അത് നഗരസഭാ കൗൺസിൽ പാസ്സാക്കി ഗവൺമെൻറ്റിലേക്ക് കൊടുത്ത് MLAയുടെ സപ്പോർട്ട് കൂടി അതിനൊക്കെ പാസ്സാക്കിയ സ്ട്രക്ചർ പ്ലാനിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതിന് പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ ഇവിടെ ദീർഘവീക്ഷണവും ഇല്ല. ഇവർക്ക് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കൂല. അതെ, അങ്ങനെ കാണാനുള്ള ആളുകളെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ജനകീയ ആസൂത്രണം അല്ലെങ്കിൽ ഈ പീപ്പിൾസ് പ്ലാനിൽ ഇതിനൊക്കെയുള്ള പ്രൊവിഷൻ ഉണ്ട്. സന്നദ്ധ സംഘടനകളെ സന്നദ്ധ വ്യക്തികളെ പങ്കെടുപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കാറില്ല. പിന്നെ അത് അവനവന് വേണ്ട പാർട്ടിക്കാരെ മാത്രം വിളിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മൾക്ക് വേണ്ടത് ഇപ്പം പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾക്ക് വേണ്ടത് ഇനി ഈ എലക്ഷൻ വരുന്നു, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. തൃക്കാക്കരയെക്കുറിച്ച്, പോരായ്മയെക്കുറിച്ച്, അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു അല്ലേ? തീർച്ചയായും. അപ്പം ഇനിയെങ്കിലും ഈ ഇലക്ഷന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന ആളുകളെ തന്നെ നിർത്തുക. അതിനെക്കുറിച്ച് സാറിന് കുറച്ചുകൂടി പറയാൻ സാധിക്കും. എങ്ങനെയുള്ള ആളായിരിക്കണം? തീർച്ചയായിട്ടും ആദ്യം അവരുടെ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് പ്രശ്നം. പാർട്ടിയോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും ആർക്കായാലും, അതില്ലാന്ന് ഞാൻ പറയില്ല. പക്ഷേ പാർട്ടിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. ഞാനൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നത് ആ പാർട്ടി വഴി ജനങ്ങൾക്ക് ഗുണം ചെയ്യാം എന്ന വിശ്വാസത്തിലാണ്. കാരണം എനിക്ക് കാശുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലോ പാർട്ടി. അപ്പോൾ ജനങ്ങൾക്ക് ഗുണമുണ്ടാക്കുന്ന, ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന, കൂടുതൽ ദീർഘകാല വീക്ഷണമുള്ള ഒരാൾ ജനപ്രതിനിധിയായി വന്നാൽ അതിൻ്റെ വ്യത്യാസം ആ വാർഡിലുണ്ടാവും, നഗരസഭയിലുണ്ട്. അപ്പോൾ ഒരു നഗരസഭയിൽ തന്നെ വളരെ നല്ല 4 ആളുകളുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമായിട്ടുണ്ടെങ്കിൽ ആ നഗരസഭ നന്നാവും. കാരണം ഇപ്പോൾ നമ്മുടെ പ്രശ്നം വളരെ കുറച്ച് ആളുകളെ ഇതിന് തയ്യാറാകുള്ളൂ. അതിനൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഇടത്തരക്കാർ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള ഇടത്തരക്കാർ, രാഷ്ട്രീയമൊന്നും നമുക്ക് പറ്റില്ല എന്ന് തീരുമാനിച്ചവരെ വോട്ട് ചെയ്യാൻ വരെ ചേർക്കാൻ താല്പര്യമില്ല, പോകാൻ താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു എന്നോട് മനസ്സിലായി, ഞാൻ കണക്കാക്കുന്ന ഒരു ഡിവിഷൻ ഒരു ഫ്ലാറ്റ് സമുച്ചയം മാത്രമാണ്. അങ്ങനെ എന്തുകൊണ്ട് DLF ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ അത്രയും വോട്ടർമാരുണ്ട്. ഉറപ്പായിട്ട് ഞാൻ പറയാം 5-1 വോട്ട് പോലും ഒന്നും ചെയ്യില്ല. ഞാനിത് ഇവിടെ തെരഞ്ഞെടുപ്പുകളൊന്നും നടത്തിയിട്ടുള്ളത്. ഫ്ലാറ്റിൽ പകുതി ആളും ഉണ്ടാവില്ല, ഉള്ളവർ വന്ന് വോട്ടും ചെയ്യില്ല, പേരൊക്കെ ഉണ്ടാവും ലിസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ജനങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല, ഇത് നമ്മൾ ചെന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും രാഷ്ട്രീയ കക്ഷികൾ അത് മുതലെടുക്കും. ഇങ്ങനെ വന്നാൽ ഈ ഇവിടെ കാണുന്നത് തന്നെയല്ലേ, ഈ തമ്മിലടിയല്ലേ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് എന്തിനാണ് എന്ന് ധരിക്കുന്ന ആളുകൾ. ഞാൻ പറഞ്ഞ അത് മാറണമെങ്കിൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ജനങ്ങൾ തന്നെ ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കളോട്, എനിക്ക് സ്വാധീനമുള്ള നേതാക്കളോട്, ഇയാൾ ശരിയാവില്ല, അല്ലെങ്കിൽ ഇവർ ശരിയാവില്ല, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഒരാൾ നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് പരസ്പരം ചോദിച്ച് അതിനനുസരിച്ച് രണ്ടുപേരും നല്ലവരായിക്കോട്ടെ. അതെ, തീർച്ചയായിട്ടും 2 മുന്നണിയുടെ ആളുകൾ നല്ല ആളുകളായിക്കോട്ടെ. എല്ലാവരും ഇവർ ചെയ്യുന്നേക്കാളും നന്നായിട്ട് മറ്റൊരു ചെയ്ത് കാണിക്കണം. അതാണല്ലോ ജനാധിപത്യം. ഇപ്പൊ ഒരു കക്ഷി ചെയ്യുന്നതിലും നന്നായി അടുത്ത പ്രാവശ്യം ചെയ്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് നന്നായിട്ട് ഇവർ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് അത് ജനങ്ങൾക്ക് കോൺഫിഡൻസ് വരണം. ഇവർ വന്നാൽ, ഇയാൾ വന്നാൽ ഇത് ചെയ്യും. ഇത് ആരിലും വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് ആളുകൾ ഇപ്പൊ വിശ്വാസം ഇല്ലാതെ വരികയും തോന്നിയവർ പോയി വോട്ട് ചെയ്യുകയും പലരും വോട്ട് ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിലിപ്പോൾ ജയിക്കുന്നതും തോൽക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിക്കും, ആരെങ്കിലുമൊക്കെ തോൽക്കും. ജനങ്ങൾക്ക് ആരെങ്കിലും ആയിക്കോട്ടെ, ആരായാലും വ്യത്യാസമില്ല എന്നുള്ള രൂപത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ കരുതരുതെന്ന് ഞാൻ പറയാം. ജനങ്ങളെ മടിപ്പിക്കാതെ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ പറ്റുന്ന ആളുകളെ മാത്രം ഏതായാലും രാഷ്ട്രീയ കക്ഷികൾ എല്ലാവരും സ്ഥാനാർത്ഥികളെ നിർത്തുക. തൃക്കാക്കര നഗരസഭയിൽ ഇപ്പം മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ച് ഇനി അതിലേക്ക് പോകാതെ ഇനിയെങ്കിലും ഒരു മാറ്റം വരുത്താൻ നമ്മുടെ ജനപ്രതിനിധികൾ തയ്യാറാകണം. അവർ നിർത്തുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളും
അത് തയ്യാറാകണം. അപ്പോൾ പൊതു സേവനമായിരിക്കണം, അതിനാണ് മുൻതൂക്കം നൽകേണ്ടത്. ഇതൊരു ഉപജീവന മാർഗമാക്കാത്ത ആളുകളെ തിരഞ്ഞെടുത്ത് കൃത്യമായിട്ടുള്ള സേവനം, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനും പരിസ്ഥിതിക്കും എല്ലാം ഗുണകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുന്ന ജനപ്രതിനിധികളാകട്ടെ ഇനി വരുന്ന ഇലക്ഷനിൽ മത്സരിച്ച് തൃക്കാക്കര നഗരസഭയിലെത്താൻ. തൃക്കാക്കര നഗരസഭയിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ നഗരസഭയിലും കോർപ്പറേഷനിലും എല്ലാം അവിടുത്തും ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളെ നഗരസഭയിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിൽ പഞ്ചായത്തിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഒരുപാട് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് നമുക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ് ശ്രീ CR നീലകണ്ഠൻ സാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരുപാട് സമയം, കുറേ സമയം നമ്മൾക്ക് വേണ്ടി, നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല ജനപ്രതിനിധികൾ ഇതുപോലുള്ള സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നിർദ്ദേശങ്ങൾ, അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു. ഏതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കി, നമ്മൾ ഓരോ വോട്ടർമാരും മനസ്സിലാക്കി, ഓരോ രാഷ്ട്രീയ കക്ഷികളും മനസ്സിലാക്കി പെരുമാറും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ നന്മ 24. നന്ദി സാർ.